بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സദ്വിശ്വാസികളെ, അൽ ഇമാം അൽ മുജദ്ദിദ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ കഴിഞ്ഞ ബാബ്, നമ്മൾ അവസാനത്തെ ദിവസത്തിൽ എടുത്ത ബാബ് തഫ്സീറു തൗഹീദ് വ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്താണ്, അതിൻ്റെ ആശയം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ്. എന്നിട്ട് കഴിഞ്ഞ ആ ബാബ് ഷെയ്ഖ് അവസാനിപ്പിച്ചിട്ടുള്ളത് വശർഹു ഹാദിഹി തർജമതി മാ ബഅദഹാ മിനൽ അബ്വാബ്, ഈ പറഞ്ഞ ആമുഖത്തിൻ്റെ വിശദീകരണം ഇനിയുള്ള ബാബുകളിൽ ഉണ്ടാകുന്നതാണ് എന്നാണ്. 60 ചില്ലാന ബാബുകളുണ്ട് കിതാബ് തൗഹീദിൽ. അപ്പോൾ ഈ ആദ്യത്തെ 5 ബാബുകൾ നമ്മൾ തൗഹീദിൻ്റെ ഫദ്ല്, തൗഹീദ് കൊണ്ടുള്ള നേട്ടം, തൗഹീദിൻ്റെ സാക്ഷാത്കാരം, ഷിർക്കിനെ തൊട്ടുള്ള ഭയം, തൗഹീദിൻ്റെ അർത്ഥം എന്നീ കാര്യങ്ങളാണ് കഴിഞ്ഞ ബാബുകളിൽ പറഞ്ഞത്. ഈ 5 ബാബുകളുടെ വ്യത്യസ്തമായിട്ടുള്ള തഫ്സീലിയായിട്ടുള്ള വിശദീകരണം, ഓരോന്നിനെയും വിശദീകരിച്ചുകൊണ്ടും അതിൻ്റെ ഭാഗങ്ങളുമാണ് ഇനിയുള്ള ഈ കിതാബിൻ്റെ മുഴുവൻ ബാബുകളും ഉൾക്കൊള്ളുന്നത്. അപ്പോൾ പ്രധാനമായിട്ടുള്ള ആമുഖമാണ് ഈ 5 ബാബുകൾ. അതിനെ അറിയിക്കുന്ന, വിശദീകരിക്കുന്ന അതിൻ്റെ ശാഖകളാണ് ഇനിയുള്ള ബാബുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവസാനത്തിൽ ഷിർക്കുമായി ബന്ധപ്പെട്ട് ഷിർക്കിൽ നിന്ന് ബറാഅത്തുണ്ടാവണം എന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഷിർക്കിൽ ഉൾപ്പെടുന്ന, ഷിർക്കാകുന്ന, തൗഹീദിൻ്റെ പൂർത്തീകരണത്തിന് തടസ്സമാകുന്ന, അല്ലെങ്കിൽ ഷിർക്കുൻ അക്ബർ തന്നെ, വലിയ ഷിർക്ക് തന്നെ ആകുന്ന കാര്യങ്ങളെയാണ് ഇനിയുള്ള ബാബുകളിൽ ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ തൗഹീദ് സാക്ഷാത്കരിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, തൗഹീദിൻ്റെ പൂർത്തീകരണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാ ഭാഗങ്ങളും ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും വ്യക്തമായി ഷെയ്ഖ് ഈ കിതാബിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അടുത്ത ബാബ്, ബാബുൻ മിനശ്ശിർക്കി ലുബ്സുൽ ഹൽഖതി വൽ ഖൈതി വനഹ്വിഹിമാ ലിറഫ്ഇൽ ബലാഇ ഔ ദഫ്ഇഹി. ഈ ബാബിന്റെ തലക്കെട്ട് കൊടുത്തിട്ടുള്ളത് മിനശ്ശിർക്കി, ഷിർക്കിൽപ്പെട്ടതാണ്. ലുബ്സുൽ ഹൽഖതി വൽ ഖൈതി, വളയം, ഇരുമ്പ് കൊണ്ടോ അല്ലെങ്കിൽ പിച്ചള കൊണ്ടോ അതുപോലെ ഉണ്ടാക്കുന്ന വളയം ധരിക്കുക. വൽ ഖൈതി, അതുപോലെ ചരടും മറ്റും ധരിക്കുക. വനഹ്വിഹിമ, അതുപോലെയുള്ള എന്തെല്ലാം കാര്യങ്ങളാണോ. ലിറഫ്ഇൽ ബലാ, ഒരു മുസീബത്ത് ബാധിച്ചു അത് നീങ്ങാൻ വേണ്ടി. ഔ ദഫ്ഇഹി, അല്ലെങ്കിൽ ഒരു മുസീബത്ത്, രോഗമോ അല്ലെങ്കിൽ മറ്റുള്ള ദാരിദ്ര്യമോ മറ്റുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി, ഒന്നെങ്കിൽ വന്നിട്ട് മാറാൻ വേണ്ടി അല്ലെങ്കിൽ അത് ബാധിക്കാതിരിക്കാൻ വേണ്ടി ഇതുപോലെ വളയങ്ങളോ ചരടുകളോ എല്ലാം കെട്ടുന്നത്, അത് ഷിർക്കിൽപ്പെട്ടതാണ്. ഇവിടെ ഷിർക്കിൽപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി അത് ഷിർക്കുൻ അസ്ഗർ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ചെറിയ ഷിർക്ക് എന്നാണ്. എന്നാൽ അവൻ കെട്ടിയിട്ടുള്ള ചരട് അല്ലെങ്കിൽ അവൻ ധരിച്ചിട്ടുള്ള പിച്ചളയോ മറ്റോ കൊണ്ടുള്ള വളയം, അതാണ് എനിക്ക് ദോഷം വരുത്തുന്നത് അല്ലെങ്കിൽ അതിൽ നിന്നാണ് എനിക്ക് ഗുണമുണ്ടാകുന്നത് എന്ന് പൂർണ്ണമായി വിശ്വസിച്ചാൽ അത് ഷിർക്കുൻ അക്ബർ ആകും. അല്ലെങ്കിൽ എനിക്ക് ദോഷം തടയാനോ അല്ലെങ്കിൽ ഉപകാരം വരുത്താനോ ഇതൊരു കാരണമാകും. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കയ്യിലാണ് പൂർണ്ണമായ അധികാരമെങ്കിലും ഇതൊരു കാരണമാണ് എന്ന് ധരിച്ചാൽ അത് ഷിർക്കുൻ അസ്ഗർ ആവുകയും ചെയ്യും. അത് നമുക്ക് വിശദീകരിക്കാം. ഈ ബാബിൽ ആദ്യം കൊടുത്തിട്ടുള്ളത് സൂറത്ത് സുമറിലെ 38-ാമത്തെ ആയത്താണ്. വഖൗലില്ലാഹി തആല, അല്ലാഹു തആല പറഞ്ഞു, ഖുൽ, നബിയെ പറയുക, അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവരെ കുറിച്ച്. ഇൻ അറാദനിയല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി, അള്ളാഹു എനിക്ക് എന്തെങ്കിലും ഒരു ദോഷം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അല്ലാതെ വേറെ ആരാണ് ആ ദോഷം ഒഴിവാക്കാനുള്ളത്. ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മതിഹി, അള്ളാഹു എനിക്ക് എന്തെങ്കിലും ഒരു കാരുണ്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ കാരുണ്യത്തെ തടയാൻ വേറെ ആർക്കെങ്കിലും സാധിക്കുമോ. ഖുൽ ഹസ്ബി അല്ലാഹ്, പറയുക അള്ളാഹു എനിക്ക് മതിയായവനാണ്, എനിക്ക് അള്ളാഹു മതിയായവനാണ്. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ,
ഭരമേൽപ്പിക്കുന്നവർ അവനിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിലെ മുശ്രിക്കീങ്ങളോട് ചോദിക്കാൻ വേണ്ടി അള്ളാഹു തആല പറയുകയാണ്. കാരണം മക്കയിലെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിന് പുറമെ ഇലാഹിനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്? അവർക്ക് ഉപകാരം നേടാനും ഉപദ്രവങ്ങൾ തടയാനുമാണ്. ഒരാൾ അള്ളാഹുവിന് പുറമെ ഏതെങ്കിലും ഇലാഹിനെ, അത് വസ്തുവാകട്ടെ വ്യക്തിയാകട്ടെ ആരുമാകട്ടെ, അവർക്ക് നേട്ടം ലഭിക്കാനും ഉപദ്രവങ്ങൾ തടയാനും നീക്കം ചെയ്യാനും വേണ്ടിയിട്ടാണ് അള്ളാഹുവിന് പുറമേ ഉള്ളവരെ അവർ ആരാധിക്കുന്നത്. അപ്പൊ അവരോട് ചോദിക്കാൻ പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കൊരു ദോഷം ഉദ്ദേശിച്ചാൽ അത് നീക്കം ചെയ്യാൻ അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കെങ്കിലും കഴിയുമോ? ഇല്ല, ഒരിക്കലും കഴിയില്ല. അതുപോലെ അള്ളാഹു ഒരു നന്മ ഉദ്ദേശിച്ചു, കാരുണ്യം ഉദ്ദേശിച്ചു, അത് തടഞ്ഞു നിർത്താൻ, തടഞ്ഞു വെക്കാൻ, പിടിച്ചു വെക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അതും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു ഒരാൾക്ക് മതിയായവനാണ്. ഭരമേൽപ്പിക്കുന്നവർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. ഈ ബാബിൽ ഈ ആയത്ത് കൊടുക്കാനുള്ള കാരണം എന്താണ്? കാരണം ഈ ആയത്തിലൂടെ ഇവിടെ അള്ളാഹു തആല വ്യക്തമാക്കുന്നത് എന്തെങ്കിലും നേട്ടം ലഭിക്കാനോ ദോഷം തടയാനോ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരടിമയ്ക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ശിർക്കിന്റെ നിരർത്ഥകത, അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും വ്യക്തിയിലേക്കോ വസ്തുവിലേക്കോ ഗുണം പ്രതീക്ഷിച്ചോ ദോഷം തടയാനോ തിരിയുക എന്നുള്ളത്, അവരുടെ മേലെ ആശ്രയിക്കുക എന്നുള്ളത്, അത് നിരർത്ഥകമായിട്ടുള്ള ഒരു കാര്യമാണ്. അവർക്കൊരു ഗുണം ചെയ്യാനോ ഉപദ്രവം വരുത്താനോ സാധിക്കില്ല. അപ്പൊ ഈ ആളുകൾ, ഇതുപോലെ ചരടുകൾ കിട്ടുന്ന ആളുകൾ, വല്ല വളയങ്ങളും ധരിക്കുന്ന ആളുകൾ, അവരെല്ലാം അത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് വരുന്ന മുസീബത്തുകളെ തടയാൻ, അല്ലെങ്കിൽ അവർക്ക് ബാധിച്ചിട്ടുള്ള ഏതെങ്കിലും മുസീബത്തിൽ നിന്ന് രക്ഷ നേടാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ പൂർണ്ണമായ അധികാരവും നിയന്ത്രണവും അള്ളാഹുവിന്റെ കയ്യിലാണ് എന്നിരിക്കെ ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഒരു പ്രയോജനമില്ല. ഈ കാരണങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ അത് പൂർണ്ണമായി അവയെക്കൊണ്ടാണ് എനിക്ക് ഗുണവും അവയെക്കൊണ്ടാണ് എനിക്ക് ദോഷം തടയാനും സാധിക്കുക എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കുൻ അക്ബറായി തീരും. എന്നാൽ അള്ളാഹുൽ വിശ്വസിക്കുന്നതിനോടൊപ്പം ഇതൊരു കാരണമാകും എന്നുള്ള വിശ്വാസത്തിന്റെ പേരിലാണ് ഈ ചരടുകൾ കിട്ടുന്നത്, ഈ വളയങ്ങൾ ധരിക്കുന്നത് എങ്കിൽ അത് ശിർക്കുൻ അസ്ഗർ ആകുന്നതാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കേണ്ട കാര്യമാണ്. ഗൗരവത്തിൽ മനസ്സിലാക്കണം. കാരണം ശിർക്കുൻ അസ്ഗർ ആയാൽ തന്നെ വൻപാപങ്ങളെക്കാൾ ഗൗരവമുള്ളതാണ്. നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ട് ശിർക്കിന്റെ ഗൗരവം പറയുന്നിടത്ത്. ഷിർക്കുൻ അസ്ഗർ, ചെറിയ ഷിർക്ക് എന്നൊരു കാര്യത്തെ പറ്റി പറഞ്ഞാൽ തന്നെ അത് കൊലപാതകത്തെക്കാളും വ്യഭിചാരത്തെക്കാളും മറ്റു ഏറ്റവും വലിയ തിന്മയെക്കാളും ഗൗരവമേറിയ കാര്യമാണ് ഷിർക്കുൻ അസ്ഗർ. അതുകൊണ്ട് തന്നെ നാം ഗൗരവത്തിൽ ആ കാര്യം ശ്രദ്ധിക്കണം. അടുത്തൊരു ഹദീസാണ് ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത്. അൻ ഇമ്രാൻ ഇബ്നു ഹുസൈൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റജുലൻ ഫീ യദിഹി ഹൽഖത്തുൻ മിൻ സുഫ്രിൻ. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യക്തിയെ കാണുകയുണ്ടായി. അവിടുന്ന് ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യക്തിയെ കണ്ടു. ആ വ്യക്തിയുടെ കയ്യിൽ പിച്ചള കൊണ്ടുള്ള ഒരു വളയം ഇട്ടിട്ടുണ്ട്. പിച്ചള ഒരു ലോഹം, ആ ലോഹം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വളയം ഇട്ടിട്ടുണ്ട്. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മാ ഹാദിഹി, ഇതെന്താണെന്ന് ചോദിച്ചു. ഖാല മിനൽ വാഹിനതി, അത് വാഹിനത്തിന് വേണ്ടി കെട്ടിയതാണെന്ന് പറഞ്ഞു. വാഹിനത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈമുട്ടിനും മറ്റും ബാധിക്കുന്ന ഒരു രോഗമാണ്. തളർച്ച പോലെ, കയ്യിന് ക്ഷതം വരുന്ന വാദം പോലെയുള്ള ഒരു രോഗമാണ്. അപ്പൊ ആ രോഗം മാറാൻ അല്ലെങ്കിൽ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കെട്ടിയിട്ടുള്ളത്, അത് ഇട്ടിട്ടുള്ളത് എന്ന് ഈ വ്യക്തി പറഞ്ഞു. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻസിഅഹാ ഫഇന്നഹാ ലാ തസീദുക ഇല്ലാ വഹ്നൻ, നീ അത് ഒഴിവാക്കുക. അത് നിനക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ, തളർച്ച, ക്ഷീണം ഉണ്ടാക്കുകയല്ലാതെ ഒന്നും ഉണ്ടാകില്ല. ഫഇന്നക ലൗ മിത്ത വഹിയ അലൈക, അത് നിന്റെ മേലുള്ള അവസ്ഥയിലാണ് നീ മരണപ്പെടുന്നത് എങ്കിൽ മാ അഫ്ലഹ്ത അബദ, നീ ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് പറഞ്ഞു. നീ ഒരിക്കലും വിജയിക്കുകയില്ല, അഥവാ നാളെ പരലോകത്ത് നിനക്ക് രക്ഷയുണ്ടാകില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ നോക്കൂ, അറബികൾ ചെയ്യാറുള്ള ഒരു കാര്യമാണ്. അന്ന് കാലത്ത് ഇന്നും മുസ്ലിമീങ്ങൾക്കിടയിൽ വ്യാപകമായിട്ടൊരു കാര്യമാണ്. എന്തെങ്കിലും മുസീബത്തുകളിൽ നിന്ന് രക്ഷ നേടാനോ അത് തടയാനോ ഒക്കെ ആയിട്ട് ഇതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കയ്യിലോ കഴുത്തിലോ അതുപോലെ ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കെട്ടലും അതുപോലെ ധരിക്കലും ചെയ്യുന്ന അവസ്ഥ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ അത് ഇടുന്നത് കൊണ്ട് നിനക്ക് യാതൊരു ഉപകാരവും അതുകൊണ്ടുണ്ടാകാൻ പോകുന്നില്ല. നിനക്ക് ഉപകാരമുണ്ടാകില്ല എന്ന് മാത്രമല്ല, അത് ശിർക്കിന്റെ ഇനത്തിൽപ്പെട്ടത് കൊണ്ട് തന്നെ നിനക്ക് പരലോകത്ത് വിജയം ഉണ്ടാകാൻ പോകുന്നില്ല. നിനക്ക് പരലോകത്ത് അതുകൊണ്ട് നഷ്ടമാണ് ഉണ്ടാവുക.
പല ആളുകളും അത് വിചാരിച്ചിട്ടുള്ളത് അവർക്ക് നല്ലതാണ്, അവർക്ക് ഗുണമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന നിലക്കാണ് അധിക ആളുകളും ഇത് ചെയ്യുന്നത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ദോഷമല്ലാതെ ഉപദ്രവമല്ലാതെ ഉണ്ടാകില്ല എന്ന് വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇതേപോലെ തന്നെ വേറൊരു സംഭവം കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ. ഒരിക്കൽ 10 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ബൈഅത്ത് ചെയ്യാൻ വന്നു. അതിൽ 9 ആളുടെ കയ്യിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് സ്വീകരിച്ചു, ഒരാളും സ്വീകരിച്ചില്ല. അപ്പൊ എന്താണെന്ന് പറഞ്ഞപ്പോൾ അയാളുടെ കയ്യിൽ ഇതുപോലെയുള്ള ഉറുക്കോ ഏലസോ പോലെയുള്ള ഒരു കെട്ടുണ്ടായിരുന്നു. അത് മുറിച്ചു കളഞ്ഞതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതുപോലെയുള്ള കെട്ടുകൾ, വളയങ്ങൾ, ഇങ്ങനെ എന്തെങ്കിലും രക്ഷ ഉണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകാരമുണ്ടാകും എന്ന രീതിക്കാണ് ആരെങ്കിലും കെട്ടുന്നത് എങ്കിൽ അവന് അത് ദോഷമല്ലാതെ ഒന്നും വരുത്തുകയില്ല. കാരണം അവൻ അതിനോട് കൽബ് ബന്ധപ്പെട്ട് കിടക്കുകയാണ്, ഇതിനെന്തോ ഒരു സ്വാധീനം എന്റെ ജീവിതത്തിൽ ഉപകാരം വരുത്താൻ, ഉപദ്രവം തടയാൻ ഇതിനെന്തോ ഒരു സ്വാധീനമുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് അവൻ ജീവിക്കുന്നത്. അത് ശിർക്കുൻ അസ്ഗറാണ്. അവന് പരലോകത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അവന്റെ ആ ജീവിതത്തിൽ ഒരു വിജയവും അവന് നേടാൻ സാധിക്കുകയില്ല, പരലോകത്ത് വലിയ നഷ്ടമായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതിനെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. വലഹു അൻ ഉഖ്ബത്ത് ബിൻ ആമിർ മർഫൂഅൻ, അടുത്തൊരു ഹദീസ് ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതാണ്. മൻ തഅല്ലഖ തമീമതൻ ഫലാ അതമ്മ അല്ലാഹു ലഹു വമൻ തഅല്ലഖ വദ്അതൻ ഫലാ വദ്അ അല്ലാഹു ലഹു. മൻ തഅല്ലഖ തമീമതൻ, ആരാണോ തമീമത്ത് കെട്ടുന്നത്. തമീമത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെല്ലാം ഏലസ്, ഉറുക്ക് എന്നീ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്കാണ് തമീമത്ത് എന്ന് പറയുന്നത്. എന്തെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ഗുണം ലഭിക്കാനോ ദോഷം തടയാനോ ഉപദ്രവങ്ങൾ നീക്കം ചെയ്യാനോ അതിനൊക്കെ വേണ്ടി ചെയ്യുന്നത്. അങ്ങനെ ആരെങ്കിലും കെട്ടുകയാണെങ്കിൽ ഫല അതമ്മല്ലാഹു ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതിനാണോ അവൻ കെട്ടിയത് അതിൽ നിന്ന് അവന് അത് പൂർത്തിയായി കൊടുക്കുകയില്ല, അതിൽ നിന്ന് അവന് രക്ഷയുണ്ടാവുകയില്ല. ചില ആളുകൾ കച്ചവടത്തിൽ ലാഭം നേടാൻ, ആരോഗ്യം സംരക്ഷിക്കാൻ, രോഗം ബാധിക്കാതിരിക്കാൻ, കണ്ണേറ് തട്ടാതിരിക്കാൻ, അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള കാര്യങ്ങൾ കെട്ടുന്നത് കാണാം. അങ്ങനെ കെട്ടുന്ന ആളുകൾക്ക് അതുകൊണ്ട് ഒരു വിജയമോ രക്ഷയോ ഉണ്ടാകാൻ പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു തആല അവനത് പൂർത്തീകരിച്ചു കൊടുക്കില്ല. കാരണം അവന്റെ ഖൽബ് പൂർണ്ണമായി അവന് ഗുണം ലഭിക്കുന്നതിലും ദോഷം തടയുന്നതിലും അള്ളാഹുമായിട്ടായിരിക്കണം ബന്ധം ഉണ്ടാകേണ്ടത്. അള്ളാഹു അല്ലാത്ത ഈ വസ്തുക്കളിലേക്ക് അവന്റെ കൽബ് അവൻ കെട്ടുന്നതിലൂടെ ബന്ധിപ്പിക്കുകയാണ്. അവനത് കെട്ടുന്നതിലൂടെ അവനതിലേക്കൊരു ബന്ധം വരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവന് അതുകൊണ്ട് ഒരു നേട്ടം ഉണ്ടാവില്ല. വമൻ തഅല്ലഖ വദ്അതൻ, അതുപോലെ തന്നെ വദ്അത്ത് ആരെങ്കിലും കെട്ടുകയാണെങ്കിൽ, വദ്അത്ത് അന്ന് അറബികൾ കെട്ടിയിരുന്ന കണ്ണേറും മറ്റും തട്ടാതിരിക്കാൻ വേണ്ടി കെട്ടിയിരുന്ന ഒരു കാര്യമാണ്. അത് കടലിൽ നിന്ന് ലഭിക്കുന്ന വെളുത്ത ഒരു തരത്തിലുള്ള ഒരു വസ്തുവാണ്. അതിനെ കുട്ടികളുടെ എല്ലാം കഴുത്തിലും മറ്റുമായിട്ടൊക്കെ കെട്ടിക്കൊടുക്കുന്ന രീതി അറബികൾക്ക് ഉണ്ടായിരുന്നു. ഇന്ന് അതിന്റെ വ്യത്യസ്ത രൂപങ്ങളുണ്ട് എന്ന് മാത്രം. അപ്പൊ അങ്ങനെ ആരെങ്കിലും കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഫലാ വദഅ അല്ലാഹു ലഹു, അതുകൊണ്ട് അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത്, എന്ത് രക്ഷയാണോ ഉദ്ദേശിക്കുന്നത്, അതവന് അല്ലാഹു തആല ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ആളുകൾ ഇത് ചെയ്യുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നത് എന്താണോ അതിനെതിരാണ് അതുകൊണ്ട് സംഭവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണിത്. അതിനെതിരാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് ചെയ്യാൻ പാടില്ല എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഇതിന്റെ ഗൗരവം കിടക്കുന്നത് അത് ശിർക്കിന്റെ ഇനങ്ങളായി വരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഷിർക്കിൽപ്പെട്ട, കാരണം അള്ളാഹു അല്ലാതെ മറ്റൊന്നുമായിട്ട് തഅല്ലുഖാകുന്ന, ആശ്രയിക്കുന്ന അവസ്ഥ വന്നതുകൊണ്ടാണ് അത് ഷിർക്കിന്റെ ഇനമായി തീരുന്നത്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഒരു ഗുണം വരുത്തുന്നില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് ദോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വഫീ റിവായത്തിൻ, മറ്റൊരു റിവായത്തിൽ വന്നിട്ടുള്ളത്, മൻ തഅല്ലഖ തമീമതൻ ഫഖദ് അശ്റക, ആരാണോ തമീമത്ത് ബന്ധിക്കുന്നത്, ഏലസോ ഉറുക്കോ അതുപോലെയുള്ള കാര്യങ്ങൾ കിട്ടുന്നത്, ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. അസ്ല് ശിർക്കുൻ അസ്ഗറാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തമീമത്ത് കെട്ടിയവൻ മുശ്രിക്കായി, ദീനിൽ മില്ലത്ത് നിന്ന് പുറത്തായി എന്നല്ല. ശിർക്കുൻ അസ്ഗറാണ് അതിന്റെ അസ്ല്. എന്നാൽ അവൻ അതിൽ പൂർണ്ണമായി ആശ്രയിച്ച് അതുകൊണ്ടാണ് അവന് നന്മ, അതുകൊണ്ടാണ് അവന് ഉപദ്രവം തടയപ്പെടുന്നത് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കുൻ അക്ബറായി മാറുകയും ചെയ്യും, അവന്റെ കൽബിലുള്ള അവന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ തമീമത്ത് കെട്ടുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് ശിർക്കുൻ അസ്ഗറാണ്. അപ്പോൾ അശ്റക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗൗരവം എത്ര വലുതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ കഴിഞ്ഞ ബാബുകളിൽ പറഞ്ഞു, അൽ ഖൗഫു മിനശ് ശിർക്ക് പറഞ്ഞു, ഷിർക്കിനെ തൊട്ടു ഭയം പറഞ്ഞു.
എത്രത്തോളം നബിമാരും സാലിഹീങ്ങൾ പോലും ഷിർക്കിനെ ഭയപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്കാണ് എന്ന് പറഞ്ഞൊരു കാര്യം, മഗ്ഫിറത്തിന് പുറത്തുള്ള ഒരു കാര്യം, അള്ളാഹു പുറത്തു നൽകാൻ അള്ളാഹുവിന്റെ മശീഅത്തിന് പുറത്തുള്ള ഒരു കാര്യം, ഒരിക്കലും പൊറുക്കാത്ത പാപമായിട്ടുള്ള ഷിർക്കാണ് ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്ത് നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ആളുകൾക്കത് ചെയ്യാൻ സാധിക്കുക? എന്തിനു വേണ്ടിയാണ് അവരത് ചെയ്യുന്നത്? അവർക്കൊരു ഗുണവുമില്ലാത്തൊരു കാര്യം. ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതുപോലുള്ള ഏലസ്, ഉറുക്ക് എന്നീ കാര്യങ്ങൾ. അടുത്തത് വലിബ്നി അബി ഹാത്തിം അൻ ഹുദൈഫത റളിയല്ലാഹു അൻഹു. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവമാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു നമുക്കറിയാം, സാഹിബു സിർരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്ന ആളാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു. ആ സ്വഹാബിയുടെ ഒരു സംഭവമാണ്, അന്നഹു റആ റജുലൻ ഫി യദിഹി ഖൈത്തുൻ മിനൽ ഹുമ്മ. ഒരിക്കൽ ഈ സ്വഹാബി ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു ചരട്, ഒരു നൂല് കെട്ടിയതായി കണ്ടു. ആ വ്യക്തി അത് കെട്ടിയിട്ടുള്ളത് പനി ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ വ്യക്തി വിശ്വസിക്കുന്നത് ഇത് കെട്ടിക്കഴിഞ്ഞാൽ പനി ബാധിക്കുകയില്ല, എനിക്ക് പനി വരികയില്ല, അല്ലെങ്കിൽ അതുപോലെയുള്ള രോഗം വരികയില്ല എന്നുള്ള വിശ്വാസത്തിന്റെ മേലെയാണ് ഇത് കെട്ടിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി അത് കെട്ടിയത് കണ്ടപ്പോൾ ഈ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഫഖതഅഹു, അത് മുറിച്ചു കളഞ്ഞു. അത് ശരിയല്ല എന്ന് പറഞ്ഞ് മുറിച്ചു കളഞ്ഞു. വതലാ ഖൗലഹു, അത് ആ സമയം തന്നെ പാരായണം ചെയ്യുകയും ചെയ്തു സൂറത്ത് യൂസുഫിലെ 106-ാമത്തെ ആയത്ത്, വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹ്, അതിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അള്ളാഹുവിൽ ഈമാനുള്ളവരാകുന്നില്ല, ഇല്ലാ വഹും മുശ്രികൂൻ, അവർ മുശ്രിക്കീങ്ങളായിക്കൊണ്ടല്ലാതെ, മുശ്രിക്കീങ്ങളായ ഷിർക്ക് ചെയ്യുന്ന അവസ്ഥയിലല്ലാതെ അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്ന ഈ ആയത്ത് അദ്ദേഹം പാരായണം ചെയ്യുകയും ചെയ്തു. എന്താ മനസ്സിലാക്കേണ്ടത്? ഖുർആനിന്റെ ആയത്ത് പറഞ്ഞു, ഹദീസ് പറഞ്ഞു. ഒരു സഹാബി അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതുപോലെയുള്ള ചരടുകൾ, കയറുകൾ, നൂലുകൾ, ഏലസ്, ഉറുക്ക്, അങ്ങനെ ആ ഇനത്തിൽപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അത് കെട്ടുന്നത് ഷിർക്കിന്റെ ഭാഗമാണ്, ഷിർക്കിൽപ്പെട്ടതാണ് എന്നാണ് ഈ സഹാബി മനസ്സിലാക്കിയത്. അള്ളാഹുൽ വിശ്വാസമുള്ള ആളായിരിക്കാം, മുസ്ലിം ആയിരിക്കാം, മുസ്ലിം പേരുള്ള ആളായിരിക്കാം, നിസ്കരിക്കുന്ന ആളായിരിക്കാം, റമളാനിൽ നോമ്പ് നോൽക്കുന്ന ആളായിരിക്കാം, സക്കാത്ത് കൊടുക്കുന്ന ആള്, ഹജ്ജ് നിർവഹിക്കുന്ന ആളായിരിക്കാം. പക്ഷേ അവന്റെ ആ വിശ്വാസം എന്നുള്ളത്, അവൻ ഈ ഷിർക്ക് ചെയ്യുന്ന അവസ്ഥയിലാണ് ആ വിശ്വാസം നിലനിൽക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ അത് കെട്ടുക എന്നുള്ളത്, അത് എന്തെങ്കിലും ഉപകാരം വരുത്താനാവട്ടെ, ഉപദ്രവം നീക്കാനാകട്ടെ, അത് ഷിർക്കിന്റെ ഭാഗമാണ്, ഷിർക്കിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, അത് അടിസ്ഥാനപരമായി ഷിർക്കുൻ അസ്ഗറാണ്. എന്നാൽ ഒരാൾ പൂർണ്ണമായി അതിനെ ആശ്രയിക്കുന്ന, അതുകൊണ്ടാണ് നന്മ വരുത്തുന്നത്, ഉപദ്രവം തടയുന്നത് എന്ന് വിശ്വസിച്ചാൽ അവൻ വലിയ ഷിർക്ക് സംഭവിച്ച, മില്ലത്തിൽ നിന്ന് പുറത്താകുന്ന ഷിർക്ക് സംഭവിച്ചതിനായി മാറുകയും ചെയ്യും. അപ്പൊ ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ കെട്ടുക എന്നുള്ളത്. ഇനി ഇമാം സഅദി റഹിമഹുല്ലാ ഈ ബാബിന്റെ ഷർഹിൽ, അത് അദ്ദേഹത്തിന്റെ അൽ ഖൗലുസ് സദീദ് എന്ന കിതാബിൽ ഈ ബാബിന്റെ ഷർഹിൽ പറഞ്ഞിട്ടുള്ള വാചകങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ഇമാം സഅദി റഹിമഹുള്ള പറഞ്ഞു, ബാബു മിന ശിർക്കി ലുബ്സുൽ ഹൽഖതി വൽ ഖൈതി വനഹ്വിഹിമാ ലിറഫ്ഇൽ ബലാഹി ഔ ദഫ്ഇഹി. ഈ ബാബുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയാൻ, വഹാദൽ ബാബു യതവഖഫു ഫഹ്മുഹു അലാ മഅരിഫത്തി അഹ്കാമിൽ അസ്ബാബ്. ഈ ബാബിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് കാരണങ്ങളെ കുറിച്ചിട്ടുള്ള വിധിയാണ്. അതായത് ഒരു കാര്യത്തിന് വേണ്ടി കാരണങ്ങൾ ഉപയോഗിക്കുന്നത്, ഇപ്പൊ രോഗം മാറാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും സബബുകളെ സ്വീകരിക്കുമ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്താണ് അതിലെ വിധി എന്നീ കാര്യങ്ങളാണ് ഈ ബാബിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വതഫ്സീലുൽ ഖൗലി ഫീഹാ അന്നഹു യജിബു അലൽ അബ്ദി അൻ യഅരിഫ ബിൽ അസ്ബാബി സലാസത ഉമൂർ. ഈ വിഷയത്തെ വ്യക്തമായി വിശദീകരിച്ച് പറയുമ്പോൾ ഒരടിമ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഏതൊരു കാര്യത്തിനും നമ്മൾ കാരണങ്ങളെ ഉപയോഗിക്കുമ്പോൾ, നമ്മൾ രോഗം മാറും, ഇപ്പൊ രോഗത്തിന്റെ വിഷയം പറയാം, ആ രോഗം മാറാൻ വേണ്ടി എന്തെങ്കിലും കാരണത്തെ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ വേറെ എന്ത് കാര്യത്തിനും ഒരു കാരണത്തെ ഉപയോഗിക്കുമ്പോൾ 3 കാര്യങ്ങൾ ഒരടിമ മനസ്സിലാക്കിയിരിക്കണം. അഹദുഹ, അതിലൊന്നാമത്തേത്, അല്ലാ യജ്അല മിൻഹാ സബബൻ ഇല്ലാ മാ സബത അന്നഹു സബബുൻ ശർഅൻ ഔ ഖദറൻ. അവൻ ഉപയോഗിക്കുന്ന കാരണം അത് ശർഇ കൊണ്ടോ അല്ലെങ്കിൽ ഖദർ കൊണ്ടോ, അല്ലെങ്കിൽ ഒന്ന് ദീനിയായ നിയമങ്ങൾ കൊണ്ടോ
അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടോ അതൊരു കാരണമായിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. അതായത് രോഗം മാറാൻ നമ്മളിപ്പോൾ ഒരു വഴി സ്വീകരിക്കുകയാണ്. അപ്പോൾ ഒരാള് രോഗം മാറാൻ വേണ്ടി റുഖ്യ ചെയ്യാൻ തീരുമാനിച്ചു. ശറഇൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള റുഖ്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അത് രോഗം മാറാനുള്ള കാരണമാണോ അല്ലയോ? കാരണമാണ്. കാരണം എന്താണ്? ശറഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു കാരണമാണ്. ഇനി രോഗം മാറാൻ ഒരാൾ ഒരു ഡോക്ടറെ കാണിക്കുകയും ആ ഡോക്ടർ തരുന്ന മരുന്ന് കഴിക്കുകയും ചെയ്തു. അതൊരു കാരണമാണോ? അതെ, ഖദറിൽപ്പെട്ട കാരണമാണ്. ഖദറിൽപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ട്, പഠനങ്ങൾ കൊണ്ട് തെളിയിച്ചിട്ടുള്ള കാരണം. അപ്പോൾ ഒരാൾക്ക് ഈ രണ്ട് കാര്യം ചെയ്താലും അതൊരു കാരണമാണ്. എന്നാൽ ഈ ബാബിൽ പറഞ്ഞതുപോലെ ഒരാൾ രോഗം മാറാൻ വേണ്ടി എന്തെങ്കിലും ചരട് കെട്ടുകയോ വളയം കെട്ടുകയോ ചെയ്താൽ അതൊരു കാരണമാണോ? അല്ല. ശറഅ് കൊണ്ട് കാരണമാണോ? അല്ല, ദീനിൽ പഠിപ്പിച്ചിട്ടില്ല. ഖദർ കൊണ്ട് ഭൗതികമായിട്ട് ഒരാൾ ചിന്തിച്ചാൽ അതൊരു കാരണമായി മാറുമോ? ഇല്ല. അപ്പൊ രണ്ടു തരത്തിലും കാരണമല്ല. അപ്പൊ ഒന്നാമത്തേത്, ഒരു കാരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശറഅ് കൊണ്ടോ ഖദർ കൊണ്ടോ ദീനിന്റെ നിയമങ്ങൾ കൊണ്ടോ ഭൗതികമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടോ അതൊരു കാരണമായിരിക്കണം. എന്നാലേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതല്ലാത്ത ഉപയോഗിക്കാൻ പാടില്ല. ശറഅ് കൊണ്ടോ ഖദർ കൊണ്ടോ കാരണമല്ലാത്ത ഒന്ന് നമ്മൾ ഒരു കാരണമായി ഉപയോഗിക്കാൻ പാടില്ല. രണ്ടാമത്തേത്, സാനിഹ അല്ലാ യഅ്തമിദൽ അബ്ദു അലൈഹ ബൽ യഅ്തമിദു അലാ മുസബ്ബിബിഹാ വമുഖദ്ദിരിഹാ മഅ ഖിയാമിഹി ബിൽ മശ്റൂഇ മിൻഹാ. അല്ലാ യഅ്തമിദൽ അബ്ദു, ഒരു അടിമ ആശ്രയിക്കാൻ പാടില്ല, അലൈഹ, ആ കാരണത്തിന്റെ മേലെ. അതായത് ഇപ്പൊ രോഗത്തിന് ഒരാൾ മരുന്ന് കഴിച്ചു, അവൻ പൂർണ്ണമായി ആ മരുന്നിനെ ആശ്രയിക്കാൻ പറ്റുമോ? ഈ മരുന്ന് കൊണ്ടാണ് മാത്രമാണ് എന്റെ രോഗം മാറുന്നത് എന്ന്? അത് പാടില്ല. ബൽ യഅ്തമിദു അലാ മുസബ്ബിബിഹാ വമുഖദ്ദിരിഹാ, പക്ഷേ അവൻ ആശ്രയിക്കേണ്ടത് ആ മരുന്നിനെയോ അല്ലെങ്കിൽ റുഖ്യയെ തന്നെയോ അതിനെ കാരണമാക്കിയിട്ടുള്ളവൻ ആരാണോ അവനിലാണ് ആശ്രയിക്കേണ്ടത്, അഥവാ അല്ലാഹുവിൽ. മഅ ഖിയാമിഹി ബിൽ മശ്റൂഇ മിൻഹാ, അതേസമയം എന്താണോ അനുവദനീയമായിട്ടുള്ളത് ആ കാര്യം അവൻ ഉപയോഗിക്കുകയും വേണം. വഹിർസിഹി അലൻ നാഫിഇ മിൻഹാ, അതിൽ ഏറ്റവും ഉപകാരപ്രദമായതിലേക്ക് അവൻ താല്പര്യം കാണിക്കുകയും വേണം. അതായത് രോഗത്തിന്റെ വിഷയം തന്നെ എടുത്താൽ അതിനൊരു ചികിത്സ അവൻ സ്വീകരിക്കുമ്പോൾ, ഒരു മരുന്ന് കഴിക്കുമ്പോൾ ഒരിക്കലും ഈ മരുന്നാണ് എന്റെ രോഗം മാറ്റുന്നത്, ഇതാണ് അതിന്റെ കാരണം, അതുകൊണ്ട് ഇതാണ് എന്റെ രോഗം മാറ്റുന്നത് എന്ന തരത്തിൽ അതിനെ ആശ്രയിക്കാൻ പാടില്ല. എന്നാൽ ആശ്രയിക്കേണ്ടത് ആരെയാണ്? ഇതിനെ കാരണമാക്കിയിട്ടുള്ളവനാണോ അള്ളാഹുവാണ്. അള്ളാഹുവിനെയാണ് ആശ്രയിക്കേണ്ടത്. അതുപോലെ തന്നെ റുഖ്യ ചെയ്യുകയാണെങ്കിലും ആ റുഖ്യയല്ല ആശ്രയിക്കേണ്ടത്, അത് കാരണമായിക്കൊണ്ട് രോഗം മാറ്റുന്നവനാരാണ്? അള്ളാഹുവാണ്. അവനിലാണ് ആശ്രയിക്കേണ്ടത്. അതേസമയം അനുവദനീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും ഉപകാരപ്രദമായ, ഇപ്പൊ ചികിത്സ, അതിലേറ്റവും ഉപകാരപ്രദമായിട്ടുള്ളത് ഏതാണ് അവന് ആവശ്യമുള്ളത്, അത് അവന് സ്വീകരിക്കാവുന്നതുമാണ്. മൂന്നാമത്തെ അടിസ്ഥാനം കാരണങ്ങളെ ഉപയോഗിക്കുന്നിടത്ത് അൻയഅലമ, അറിവ് മനസ്സിലാക്കലാണ്. അന്നൽ അസ്ബാബ മഹ്മാ അദുമത് വഖവിയത്, കാരണങ്ങൾ എത്ര തന്നെ ശക്തമായാലും എത്ര തന്നെ ഉന്നതമാണെങ്കിലും, നമ്മൾ ഡോക്ടറെ കാണിച്ചു, ആ ഡോക്ടർ വളരെ പ്രശസ്തരായ ഡോക്ടറാണ്, അല്ലെങ്കിൽ ഒരു മരുന്ന് അത് ഒരുപാട് ആൾക്ക് ഉപകരിക്കപ്പെട്ട മരുന്നാണ്, അങ്ങനെയൊക്കെ എന്ത് കാര്യമാവട്ടെ, ഇതെല്ലാത്തിനും ബാധകാട്ടോ. ഞാൻ ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാകാനാണ് രോഗവും മരുന്ന് എന്ന രീതിയിൽ പറയുന്നത്. കാരണങ്ങൾ എത്ര ശക്തമാണെങ്കിലും ഫഇന്നഹാ മുർതബതതുൻ ബിഖളാഹില്ലാഹി വഖദരിഹി, അത് അല്ലാഹുവിന്റെ ഖളാവും ഖദറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കാരണം എത്ര ശക്തമായിട്ടുണ്ടെങ്കിലും അള്ളാഹുവിന്റെ ഖദറില്ലാതെ ഖളാ ഇല്ലാതെ ആ കാര്യം നടക്കില്ല. ലാ ഖുറൂജ ലഹാ അൻഹു, അതിൽ നിന്ന് അതൊഴിവാവുകയില്ല, അള്ളാഹുവിന്റെ വിധിയിൽ നിന്ന് അതൊഴിവാവുകയില്ല. വല്ലാഹു തആല യതസറഫു ഫീഹാ കൈഫ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ ആ കാര്യത്തെ മാറ്റിമറിക്കും. നമുക്ക് ഏറ്റവും ഉറപ്പുള്ള ഒരു ഡോക്ടർ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു മരുന്ന് തന്നു, അത് ഏറ്റവും എല്ലാവർക്കും ഉറപ്പ്, ഭൗതികമായിട്ടുള്ള എല്ലാ കാരണങ്ങൾ കൊണ്ടും തെളിയിക്കപ്പെട്ടൊരു കാര്യം. പക്ഷെ എന്നിരുന്നാലും അള്ളാഹുവിന്റെ വിധി ഉണ്ടെങ്കിൽ മാത്രമേ അതൊരാൾക്ക് എന്തെങ്കിലും തരത്തിൽ ഉപകരിക്കുകയുള്ളൂ. അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ അതിന് മാറ്റം വരുത്താം. ഇൻശാഅ അബ്ഖാ സബബിയ്യതഹാ ജാരിയതൻ അലാ മുഖ്തളാ ഹിക്മതിഹി, അള്ളാഹു ഉദ്ദേശിച്ചാൽ അതുകൊണ്ടുള്ള നേട്ടമുണ്ടാകും, അവന്റെ ഹിക്മത്ത് അനുസരിച്ച് അതുകൊണ്ടുള്ള നേട്ടമുണ്ടാകും. ലിയഖൂമ ബിഹാ അൽ ഇബാദു വയഅരിഫു ബിദാലിക തമാമ ഹിക്മതിഹി, എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്തിന്റെ പൂർണ്ണത അടിമകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഹൈസു റബതൽ മുസബ്ബിബാത്ത് ബിഅസ്ബാബിഹാ വൽ മഅലൂലാത്ത് ബിഅലലിഹാ, ഏതുപോലെ ഓരോന്നിനും അള്ളാഹു കാരണം നിശ്ചയിച്ചതുപോലെ.
അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മനുഷ്യന്റെ വിശപ്പ് മാറ്റാൻ മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നുള്ള നിർബന്ധമൊന്നുമില്ല. പക്ഷെ അള്ളാഹു അത് കാരണം വെച്ചിട്ടുണ്ട്. അതിന്റെ പിന്നിലുള്ള ഹിക്മത്തുകൾ മനുഷ്യൻ മനസ്സിലാക്കാൻ വേണ്ടി, മനുഷ്യൻ അത് ഹലാലായ രീതിയിൽ സമ്പാദിക്കാൻ വേണ്ടി. അള്ളാഹുവിനൊരു അടിമയ്ക്ക് വരുന്ന രോഗം മാറ്റാൻ അവന് ചികിത്സ ആവശ്യമാണ് എന്നോ അല്ലെങ്കിൽ മരുന്ന് കഴിക്കണമെന്നൊന്നുമില്ല. അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് മാറ്റും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹിക്മത്ത് കൊണ്ട് അത് തേടാൻ വേണ്ടിയുള്ള കാരണങ്ങളെ ഒരുക്കിയിട്ടുണ്ട് എന്ന് മാത്രം. എന്നിട്ട് പറയാണ് വഇൻ ശാഅ ഗയ്യറഹാ കൈഫ യശാ ലിഅല്ലാ യഅ്തമിദു അലൈഹാ അൽ ഇബാദ്. അള്ളാഹു ചിലപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്ന പോലെ അതിന് മാറ്റം വരുത്തും. അതായത് ഒരു രോഗത്തിന് ഇന്ന മരുന്ന് ഫലം ചെയ്യുന്നതാണ് എന്ന് ഉറപ്പാണെങ്കിലും അള്ളാഹു ഉദ്ദേശിച്ചാൽ അതിന് മാറ്റം വരുത്തും. എന്തിനു വേണ്ടിയിട്ടാണ്? ലിഅല്ലാ യഅ്തമിദ അലൈഹാ അൽ ഇബാദ്. അടിമകൾ ആ കാരണത്തിന്റെ മേലെ ആശ്രയിക്കാതിരിക്കാൻ വേണ്ടി, ആ കാരണം കൊണ്ടാണ് അത് നേടുന്നത് എന്ന് ആശ്രയിക്കാതിരിക്കാൻ വേണ്ടി. വലിയഅലമു കമാല ഖുദ്റതിഹി. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കഴിവ് പൂർണ്ണമായി മനസ്സിലാക്കാൻ വേണ്ടി, അള്ളാഹുവിന്റെ കഴിവിന്റെ പൂർണ്ണത മനസ്സിലാക്കാൻ വേണ്ടി. വഅന്ന തസറുഫൽ മുത്ലഖ വൽ ഇറാദത്തൽ മുത്ലഖത ലില്ലാഹി വഹ്ദഹു. കാര്യങ്ങളുടെ മേലെയുള്ള മാറ്റാനുള്ള അധികാരവും അത് എങ്ങനെയാവണമെന്നുള്ള ഉദ്ദേശവും അതിന്റെ തീരുമാനവും പൂർണ്ണമായി അള്ളാഹുവിന്റെ കയ്യിൽ മാത്രമാണ്. നമ്മൾ എന്തെല്ലാം കാരണങ്ങൾ നമുക്കുണ്ടെങ്കിലും, എന്ത് ആവശ്യം നമ്മുടെ മുന്നിൽ വന്നു, അതിനുള്ള എല്ലാ കാരണങ്ങളും നമ്മുടെ മുമ്പിൽ ഒരുങ്ങിയിട്ടുണ്ടെങ്കിലും അതിന്റെ പൂർണ്ണമായ തീരുമാനം അള്ളാഹുവിന്റെ കയ്യിലാണ്. ഫഹാദാ ഹുവൽ വാജിബു അലൽ അബ്ദി ഫീ നദ്രിഹി വഅമലിഹി ബിജമീഇൽ അസ്ബാബ്. എന്തൊക്കെ കാരണങ്ങൾ മനുഷ്യൻ ഉപയോഗിക്കുന്നുണ്ടോ അതിലെല്ലാം പൂർണ്ണമായി ഒരടിമ വിശ്വസിച്ചിരിക്കേണ്ട 3 അടിസ്ഥാനങ്ങളാണിത്. എല്ലാ കാര്യത്തിലും, നമ്മുടെ ഉപജീവനത്തിന്റെ വിഷയത്തിലാവട്ടെ, രോഗത്തിന്റെ വിഷയത്തിലാവട്ടെ, സമ്പത്തിന്റെ വിഷയത്തിലാവട്ടെ, ഭക്ഷണത്തിന്റെ വിഷയത്തിലാവട്ടെ, പാനീയങ്ങളുടെ വിഷയത്തിലാവട്ടെ, എല്ലാ കാര്യത്തിലും ഈ 3 അടിസ്ഥാനങ്ങൾ കാരണങ്ങളുമായി ബന്ധപ്പെട്ട് അടിമ മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് തുടർന്ന് വിശദീകരിക്കുകയാണ്, ഇദാ ഉലിമ ദാലിക്. ഇതൊരാൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇതാണ് കാരണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഫമൻ ലബിസൽ ഹൽഖത അവൽ ഖൈത വനഹ്വഹുമാ ഖാസിദൻ ബിദാലിക റഫ്അൽ ബലാ. ഇപ്പോൾ ആരെങ്കിലും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി ഒരാൾ എന്ത് ചെയ്യാണ്? ഒരു വളയമോ അല്ലെങ്കിൽ ഒരു ചരടോ ഒക്കെ കെട്ടുകയാണ്. ഖാസിദൻ ബിദാലിക, അവൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റഫ്അൽ ബലാഇ ബഅദ നുസൂലിഹി, അവനൊരു മുസീബത്ത് ബാധിച്ചു, ബലാ ബാധിച്ചു, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഔ ദഫ്അഹു ഖബ്ല നുസൂലിഹി, അല്ലെങ്കിൽ എന്തെങ്കിലും മുസീബത്ത് വരുന്നതിന് മുമ്പ് അതിനെ തടയാൻ വേണ്ടിയിട്ടാണ്. ഈ 2 കാരണം കൊണ്ട് ഒരാൾ എന്തെങ്കിലും ചരടോ മറ്റോ കെട്ടുകയെന്ന് വിചാരിക്കുക. ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു, അവന് ശിർക്ക് സംഭവിച്ചിരിക്കുന്നു. ലിഅന്നഹു ഇൻ ഇഅ്തഖദ അന്നഹാ ഹിയ ദാഫിഅതു റാഫിഅ ഫഹാദ ശിർക്കുൽ അക്ബർ. ഇനി അവൻ വിശ്വസിക്കുകയാണ്, ഞാൻ കെട്ടിയിട്ടുള്ള ഈ ചരട്, ഞാൻ ധരിച്ചിട്ടുള്ള ഈ വളയം, അതാണ് എനിക്ക് എല്ലാവിധ ഉപദ്രവങ്ങളും നീക്കുന്നത്, തടയുന്നത് എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഫഹാദ ശിർക്കുൽ അക്ബർ, അത് വലിയ ശിർക്കാണ്. വഹുവ ശിർക്കുൻ ഫി റുബൂബിയ്യ, അത് റുബൂബിയത്തുള്ള ശിർക്കാണ്. കാരണം നമുക്ക് ഗുണം വരുത്താനും ദോഷം തടയാൻ ആർക്കേ സാധിക്കുള്ളൂ? അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് റുബൂബിയത്തുള്ള വിശ്വാസം. അത് റുബൂബിയത്തുള്ള ശിർക്കാണ് അവന് സംഭവിച്ചിട്ടുള്ളത്. ഹൈസു ഇഅ്തഖദ ശരീകൻ മഅല്ലാഹി ഫിൽ ഖൽഖി വത്തദ്ബീർ, സൃഷ്ടിപ്പിലും നിയന്ത്രണത്തിലും അള്ളാഹുവിനോടൊപ്പം ഈ വളയത്തിനോ ചരടിനോ ഒരു കഴിവുണ്ട് എന്ന നിലക്ക് അവന്റെ വിശ്വാസം മാറി. അതുകൊണ്ട് അത് ശിർക്കുൻ അക്ബറാണ്. വശിർക്കും ഫിൽ ഉബൂദിയത്തി, ഇനി ഉബൂദിയത്തിൽ അവന് ശിർക്ക് സംഭവിച്ചു. അവന് ഉബൂദിയത്തിലും അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് ശിർക്ക് സംഭവിച്ചു. അതെപ്പോഴാണ്? ഹൈസു തഅല്ലഹ ലിദാലിക വഅല്ലക ബിഹി ഖൽബഹു തമഅൻ വറജാഅൻ ലിനഫ്ഇഹി, അവന്റെ ഖൽബ് പൂർണ്ണമായി ഈ സാധനത്തിൽ ബന്ധിപ്പിച്ചു. അവന് പ്രതീക്ഷ വെക്കാൻ, അവന് ഗുണം നേടാൻ, അവന് രക്ഷയുണ്ടാകാൻ അവന്റെ ഖൽബ് ഇതിൽ ബന്ധിപ്പിക്കുന്നതോടുകൂടി ഉബൂദിയത്തിലും അവന് ശിർക്ക് സംഭവിച്ചു. ഇനി അവൻ വിശ്വസിക്കുകയാണ്, അള്ളാഹു ആണ് എനിക്ക് ഉപദ്രവം തടയുന്നവൻ, ഉപദ്രവം നീക്കം ചെയ്യുന്നവൻ എന്ന് വിശ്വസിക്കുന്നു. വഹദ, അള്ളാഹു മാത്രമാണ്. വലാകിൻ, പക്ഷേ സബബൻ, പക്ഷേ ഈ ചരടിനെയോ ഈ വളയത്തെയോ ഒരു കാരണമായി അവൻ വിചാരിച്ചു. യസ്തദ്ഫിഉ ബിഹാ അൽ ബലാ ഫഖദ് ജഅല മാ ലൈസ സബബൻ ശർഅൻ വലാ ഖദരിയൻ സബബൻ, അവൻ ഒരു കാരണത്തെ സ്വീകരിച്ചിരിക്കുന്നു. ശറഅ് കൊണ്ടോ ദീന് കൊണ്ട് അതൊരു കാരണമല്ല, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അത് കാരണമല്ല, അതുപോലെ ഒന്ന് അവൻ സ്വീകരിച്ചിരിക്കുന്നു. വഹാദ മുഹറമുൻ, അത് ഹറാമാണ്. വകദിബുൻ അലാ ശർഇ വഅലൽ ഖദർ, ദീനിന്റെ നിയമങ്ങളുടെ മേലെയും ഭൗതികമായ നിയമങ്ങളുടെ മേലെയും അത് കളവാണ്. അതായത് ഇപ്പൊ ഒരാൾ ഈ ചരട് കെട്ടുന്നതോടുകൂടി
അവൻ വിശ്വസിക്കുകയാണ് ഇതുകൊണ്ട് എനിക്ക് ഇന്നത് ഉപദ്രവം തടയും. ഇപ്പൊ ഒരു രോഗം വരുന്ന ഒരുത്തൻ അവൻ വിചാരിക്കുകയാണ് ഈ ചരട് കെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഈ രോഗം നീങ്ങും, ഇത് ബാധിക്കില്ല എന്നവൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അതല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വളയം കെട്ടുന്നത് അവൻ വിശ്വസിക്കുകയാണ്. അതല്ലെങ്കിൽ വന്നൊരു മുസീബത്ത്, അവനൊരു രോഗം ബാധിച്ചു, അപ്പൊ അവൻ ഒരു ചരട് കെട്ടിയാൽ, വളയം കിട്ടിയാൽ അതുകൊണ്ട് രോഗം നീങ്ങുമെന്ന് വിശ്വസിക്കുകയാണ്. ഇത് ശറഅ് കൊണ്ടോ ഖദർ കൊണ്ടോ ശരിയാവോ? ദീനിന്റെ നിയമങ്ങൾ കൊണ്ട് അങ്ങനെ നിയമം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഭൗതികമായിട്ടുള്ള നിയമം കൊണ്ട് ആരെങ്കിലും ഭൗതികമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളൊരു രോഗത്തിന് വാക്സിൻ അടിച്ചു എന്ന് വിചാരിക്കാം. ഇപ്പൊ ഭൗതികമായ കണ്ടുപിടുത്ത പ്രകാരം വാക്സിൻ അടിച്ചാൽ ഇന്ന രോഗം വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നവൻ വിശ്വസിച്ചു. ആ വിശ്വാസത്തിന്റെ മേലെ വാക്സിൻ അവൻ അടിച്ചു. തെറ്റാണോ? അല്ല. കാരണം ഖദരിയായിട്ടുള്ള കാരണമായിട്ട് അതുണ്ട്. ഈ ഒരു രോഗം വന്നു, ആ രോഗത്തിന് ചികിത്സയായി ഭൗതികമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു മരുന്ന് അവൻ കഴിച്ചു, അവന് ഉപയോഗിച്ചു. അത് തെറ്റാണോ? അല്ല. കാരണം എന്താണ്? അത് ഭൗതികമായിട്ടൊരു കാരണമുണ്ട്. ശറഅ് കൊണ്ടും കാരണമല്ല, ഭൗതികമായിട്ടും കാരണമില്ലാത്തൊരു കാര്യമാണ് ഈ ചരട് കെട്ടുക, വളയം കെട്ടുക എന്നുള്ളത്. എന്നിട്ട് പറയാണ് അമ്മ ശറഉ, ശറഅ് നോക്കുകയാണെങ്കിൽ ഫഇന്നഹു യൻഹാ അൻ ദാലിക അശദ്ദ നഹി, ഇങ്ങനെ കെട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ ശക്തമായി വിരോധിച്ചിട്ടുണ്ട് ശറഇൽ. നമ്മൾ നേരത്തെ വായിച്ച ഈ ബാബിലെ ആയത്തുകളും ഹദീസുകളും അതിനുള്ള തെളിവാണ്. വഅമ്മ നഹാ അൻഹു ഫലൈസ മിനൽ അസ്ബാബിൻ നാഫിഅ, അതുപോലെ തന്നെ അത് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാരണവുമല്ല, അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവാനും പോകുന്നില്ല. വഅമ്മൽ ഖദറു ഫലൈസ ഹാദാ മിനൽ അസ്ബാബിൽ മഅഹൂദതി വലാ ഗൈറിൽ മഅഹൂദതി അല്ലതി യഹ്സുൽ ബിഹാൽ മഖ്സൂദ വലാ മിനൽ അദ്വിയത്തിൽ മുബാഹത്തിൻ നാഫിഅ. ഖദർ വെച്ച് നോക്കുകയാണെങ്കിൽ, ഭൗതികമായ കാരണങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ബന്ധം ഇത് ഈ രോഗവും ഇതുമായിട്ടുണ്ടാകുമോ? ഇല്ല. അത് ഉപകാരപ്പെട്ട ഒരു മരുന്നാകുമോ? ചികിത്സയാകുമോ? ഇല്ല. അതുകൊണ്ട് ഭൗതികമായിട്ടും അതൊരു ഉപകാരമുള്ള കാര്യമല്ല, അത് പറ്റാത്ത കാര്യമാണ്. ശറഅ് കൊണ്ടും അത് പറ്റാത്ത കാര്യമാണ്. എന്നിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ് വകദാലിക, അതുപോലെ തന്നെ ഹുവ മിൻ ജുംലതി വസാഇലി ശിർക്ക്. ഇത് നമ്മൾ പറഞ്ഞു പൂർണ്ണമായി വിശ്വസിച്ചാൽ ശിർക്കാണെന്ന് പറഞ്ഞു. ഇത് ശിർക്കിലേക്കുള്ള ഒരു വഴി കൂടിയാണ്. അഥവാ വസീലത്ത് ശിർക്കായിട്ട്, ശിർക്കു നസ്ഗറായിട്ട് വരുന്ന കാര്യമാണ്. ഫഇന്നഹു ലാ ബുദ്ദ അയ്യതഅല്ലഖ ഖൽബു മുതഅല്ലിഖിഹാ ബിഹാ, തീർച്ച ഇത് കെട്ടുന്ന ഒരാള് അയാൾ പറയാണ് പിന്നെ അയാൾ ഇത് ശിർക്കൊന്നല്ല, അള്ളാഹു ആണ് നന്മ വരുത്തുന്നതൊക്കെ വിശ്വസിച്ചാലും ഇത് കെട്ടുന്നതോടുകൂടി അവന്റെ കൽബിൽ അതുമായിട്ടൊരു ബന്ധം ഉണ്ടാകും. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇതിനേറ്റ് എനിക്ക് കൽബിലോട് യാതൊരു ബന്ധമില്ല, അള്ളാഹു ആണ് ഗുണം വരുത്തുന്നത്, ദോഷം തടയുന്നത്, എന്നാലും ഞാൻ അത് കെട്ടുന്നു എന്ന് പറയുമ്പോഴും അവന്റെ കൽബിൽ അതുമായിട്ടൊരു ബന്ധമുണ്ടാകും. വദാലിക നൗഉ ശിർകിൻ വവസീലത്തിൻ ഇലൈഹി, അത് ഷിർക്കിന്റെ ഒരു ഇനമാണ്. വവസീലത്തിൻ ഇലൈഹി, ഷിർക്കിലേക്ക് നയിക്കുന്ന ഒരു കാര്യവുമാണ്. അതിനായിട്ടൊരു ബന്ധം കൽബിൽ വരിക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ചില ആളുകൾ ഇതുപോലെയുള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ഖുറാഫാത്തിന്റെ അവർ ന്യായീകരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ തമീമത്തോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിരോധനങ്ങൾ വന്നിട്ടുള്ളതെല്ലാം തെറ്റായിട്ടുള്ള ഷിർക്കൻ കാര്യങ്ങൾ മാത്രമാണ്, അതല്ലാത്തതല്ല എന്ന് നിലക്ക് പറയുന്നത് കാണാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയല്ല. അതിനോട്ടൊരു ബന്ധം വന്നാൽ, ഇതെന്തോ ഒരു കാരണമാണ് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അവന് ശിർക്കിന്റെ ഇനം സംഭവിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാണ് ഫഇദാ കാനത് ഹാദിഹിൽ ഉമൂറു ലൈസത് മിനൽ അസ്ബാബി ശർഇയ്യ അല്ലതി ശറഅഹാ അലാ ലിസാനി നബിഹി അല്ലതി യുതവസ്സലു ബിഹാ ഇലാ റിളല്ലാഹി വസവാബിഹി. ഈ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ തൃപ്തി നേടിത്തരുന്ന, പ്രതിഫലം നേടിത്തരുന്ന ഒരു കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവ് കൊണ്ട് പഠിപ്പിച്ചിട്ടില്ല. വലാ മിനൽ അസ്ബാബിൽ ഖദരിയ്യത്തി അല്ലതി ഖദ് ഉലിമ ഔ ജുർരിബ നഫ്ഉഹാ മിസ്ലൽ അദ്വിയത്തിൽ മുബാഹ കാനൽ മുതഅല്ലിഖ് ബിഹാ. ഇനി ഇതെന്ത് ഇല്ല, ഖദരിയായിട്ട് ഭൗതികമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന മരുന്ന് പോലെയോ മറ്റോ ഒന്നും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിച്ചിട്ടുമില്ല. കാനൽ മുതഅല്ലിഖ് ബിഹാ മുതഅല്ലിഖൻ ഖൽബുഹു ബിഹാ റാജിയൻ ലിനഫ്ഇഹാ. ഒരാൾ ഇത് കെട്ടുന്നുണ്ട് എങ്കിൽ അവന് പൂർണ്ണമായിട്ടും അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയുടെ മേലെ മാത്രമാണ് അവനത് കെട്ടുന്നത്. ശറഅ് കൊണ്ടോ ഭൗതികമായിട്ടോ ഒരു ഉപകാരമില്ലാത്ത കാര്യമാണ്. എന്നിട്ട് പറയാണ് ഫതഅയ്യന അലൽ മുഅ്മിനി തർക്കുഹാ ലിയതിമ്മ ഈമാനുഹു വതൗഹീദുഹു. ഒരു മുഅ്മിൻ, ഒരു സത്യവിശ്വാസി അത് ഒഴിവാക്കണം. അവന്റെ തൗഹീദ് പൂർത്തീകരിക്കാൻ, അവന്റെ ഈമാൻ പൂർത്തീകരിക്കാൻ ഈ ഒരു കാര്യം അവൻ ഒഴിവാക്കേണ്ടതാണ്. ഫഇന്നഹു ലൗ തമ്മ തൗഹീദുഹു, ഒരാളുടെ തൗഹീദ് പൂർണ്ണമായി കഴിഞ്ഞാൽ ലം യതഅല്ലഖ് ഖൽബുഹു ബിമാ യുനാഫി, ഒരിക്കലും അവന്റെ ഖൽബ് ആ തൗഹീദിനെതിരായിട്ടുള്ള ഒരു കാര്യവുമായിട്ട് ബന്ധം വെക്കൂല.
ഒരാൾക്ക് തൗഹീദ് അവന്റെ ഖൽബിൽ ഉറച്ചു കഴിഞ്ഞാൽ ആ തൗഹീദിനെതിരായിട്ടുള്ള ഒരു കാര്യവുമായിട്ട് അവന്റെ ഖൽബിന് പിന്നെ ഒരു തഅല്ലുഖ് ഉണ്ടാവില്ല, ബന്ധമുണ്ടാകില്ല. വദാലിക അയ്വൻ, അതുപോലെ തന്നെ നഖ്സും ഫിൽ അഖ്ലി ഹൈസു തഅല്ലഖ ബിഗൈരി മുതഅല്ലിഖിൻ വലാ നാഫിഇൻ ബിവജ്ഹി മിനൽ വുജൂഹ്. ഈ ഒരു കാരണവുമില്ലാതെ, ഇതൊരു കാരണമേ ആകില്ല, ഒരു ഉപകാരം ഉണ്ടാക്കില്ല, അങ്ങനെ ഒരു കാര്യത്തിനോട് ബന്ധം വെക്കുക എന്നുള്ളത് അവന് ബുദ്ധി കുറവാന്നുള്ളതിനൊരു തെളിവ് കൂടിയാണ്. കയ്യിൽ ഇതുപോലെ ഒരു കാര്യം കെട്ടിയിട്ട് അല്ലെങ്കിൽ വളയം കെട്ടിയിട്ട് ഇതുകൊണ്ട് എന്റെ രോഗം മാറും, ഇതുകൊണ്ട് എനിക്കിത് പറ്റുമെന്നുള്ള വിശ്വസിക്കുന്ന ഒരുവൻ അവന്റെ ബുദ്ധി കുറവാണ് എന്നുള്ളതിനുള്ള തെളിവ് കൂടിയാണത്. ബൽഹു വളറും മഹ്ദുൻ, അതുപോലെ തന്നെ വ്യക്തമായ ദോഷം അതുകൊണ്ട് ഉണ്ടാവുകയും ചെയ്യും. എന്നിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് ഇതിന്റെ വിശദീകരണം അവസാനിപ്പിക്കുകയാണ്. വശറഉ, ദീൻ എന്നുള്ളത് മബ്നാഹു അലാ തക്മീലി അദിയാനിൽ ഖൽഖി ബിനബ്ദിൽ വസനിയാത്ത് വതഅല്ലുഖ് ബിൽ മഖ്ലൂഖീൻ. ദീൻ എന്നുള്ളത് സൃഷ്ടികളുടെ ശർഈ നിയമം എന്നുള്ളത് സൃഷ്ടികളുടെ ദീനിനെ പൂർത്തീകരിക്കുന്നതാണ്. അഥവാ വിഗ്രഹാരാധനയിൽ നിന്നും സൃഷ്ടികളുമായിട്ട് ഖൽബ് തഅല്ലുഖാവുന്നതിൽ നിന്നും ഒഴിവാക്കി ദീനിനെ ശുദ്ധീകരിക്കുന്ന കാര്യങ്ങളാണ് ശർഈൽ പഠിപ്പിച്ചിട്ടുള്ളത്. വഅലാ തഖ്മീലി ഉഖൂലിഹിം ബിനബ്ദിൽ ഖുറാഫാത്ത് വൽ ഖുസഅബലാത്ത്, അതുപോലെ തന്നെ ഖുറാഫാത്തുകൾ, ഒരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ, അതിൽ നിന്നെല്ലാം ഒരാളുടെ ബുദ്ധിയെ ശുദ്ധീകരിക്കുന്നതുമാണ് ദീന് എന്നുള്ളത്. والجد في الأمور النافعة المرقية للعقول المزكية للنفوس المصلحة للأحوال كلها دينيها ودنيويها والله أعلم. ദീനിന്റെ ശർഈ നിയമങ്ങൾ ഒരാൾക്ക് ഏറ്റവും ഉപകാരമുണ്ടാക്കുന്നതും ഏതൊരു സലീമായ ബുദ്ധിക്കും മനസ്സിലാക്കുന്നതും ഏതൊരു മനസ്സിനെയും നന്നാക്കുന്നതും ഒരാളുടെ ദീനിയായതും ദുനിയാവിയായ അവസ്ഥകളെ ശുദ്ധീകരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ദീനിന്റെ ശർഈ ആയിട്ടുള്ള നിയമങ്ങൾ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ കിട്ടുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടില്ലാത്ത കാരണമായിട്ടൊരു കാരണത്തെ സ്വീകരിക്കലാണ്. അത് ഹറാമാണ്, ഷിർക്കിലേക്കുള്ള വസീലയാണ്, ഷിർക്കുൻ അസ്ഗറാണ്. ഇനി ഒരാൾ അതിനെ പൂർണ്ണമായി ആശ്രയിക്കുന്ന, അതുകൊണ്ടാണ് ഉപദ്രവമുണ്ടാകുന്നത്, ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നത്, നേട്ടമുണ്ടാകുന്നതെന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്കുൻ അക്ബറുമാവുകയും ചെയ്യും. അപ്പൊ ഒരു കാരണത്തെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇമാം സഅദി റഹിമഹുല്ലാഹ് ആദ്യം പറഞ്ഞ 3 അടിസ്ഥാനങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഇത് എല്ലാ കാരണത്തിനും ബാധകമാണ്. ഒരാൾ കച്ചവടം ചെയ്യാണ് അവന്റെ വരുമാനത്തിന് വേണ്ടി, അവന്റെ കച്ചവട മാർഗം ജോലിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കച്ചവടമാണെന്ന് വിചാരിക്കുക, ബിസിനസ് ആണെന്ന് വിചാരിക്കുക, അവന്റെ വരുമാന മാർഗം എന്ത് കാരണമാണ് അവൻ തേടുന്നത് എങ്കിലും അതിലും ഈ 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ആ വരുമാന മാർഗത്തിനുള്ള ഒരു കാരണം ശർഅ് കൊണ്ടോ ഭൗതികമായിട്ടോ ഉള്ള ഒരു കാരണമായിരിക്കണം. അപ്പോൾ കച്ചവടമാണെങ്കിലും ജോലിയാണെങ്കിലും അതങ്ങനെയാണ്. രണ്ടാമത്തേത് എന്താണ് പറഞ്ഞത്? ഒരടിമ അതിന്റെ മേലെ ആശ്രയിക്കാൻ പാടില്ല. അവൻ ഇത് ഈ കാരണം ഒരുക്കി തരുന്നവൻ അള്ളാഹു ആണ് എന്നതിൽ ആശ്രയിക്കാൻ പാടുള്ളൂ. മൂന്നാമത്തേത്, എത്രയെല്ലാം കച്ചവട ചരക്കുകൾ ഉണ്ടെങ്കിലും, എത്രയെല്ലാം ലാഭമുള്ള സ്ഥലമാണെങ്കിലും, എത്രയെല്ലാം നല്ല ശമ്പളമുള്ള ജോലിയാണെങ്കിലും പൂർണ്ണമായും അള്ളാഹുവിന്റെ ഖദറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇതെനിക്ക് ലഭിക്കുകയുള്ളൂ എന്ന വിശ്വാസവും വേണം. അത് എല്ലാ കാര്യത്തിലും വേണം. ഇവിടെ രോഗത്തിന്റെ വിഷയത്തിലോ നേട്ടം ലഭിക്കാനോ ദോഷം തടയാനോ എല്ലാം ഈ 3 കാരണങ്ങളെ മനസ്സിലാക്കണം. ഇതാണ് ഈ ബാബുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ബാബും ഇതോട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. ഈ വളയം കെട്ടലും ചരട് കെട്ടലുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതുകൂടി വായിക്കാം. ബാബു മാ ജാഅ ഫി റുഖ വത്തമാഇം. റുഖിയയുടെ വിഷയത്തിലും അതുപോലെ തമാഇം. റുഖ എന്ന് പറഞ്ഞാൽ റുഖിയ എന്നുള്ളതിന്റെ ജംആണ്. തമാഇം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമീമത്ത് എന്നുള്ളതിന്റെ ജംആണ്. റുഖിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് രോഗം മാറാൻ വേണ്ടി പ്രത്യേകം എന്തെങ്കിലും വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ടുള്ള ചികിത്സയ്ക്കാണ് റുഖിയ എന്ന് പറയുന്നത്. അത് 2 രീതിയിലുണ്ട്. ഒന്ന്, ഷിർക്കിയായിട്ടുള്ള ഷിർക്കൻ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള റുഖിയ. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ദുആകളോ ഖുർആനിന്റെ ആയത്തുകളോ അതുപോലെയുള്ള കാരണങ്ങൾ ഉപയോഗിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടും എല്ലാം ചെയ്യുന്ന റുഖിയ. ഇവിടെ പറയുന്നത് ഷിർക്കി ആയിട്ടുള്ള റുഖിയയെ സംബന്ധിച്ചിട്ടാണ്. അതുപോലെ തമാഇം എന്ന് പറഞ്ഞാൽ തമീമത്തിന്റെ ജംആണ്. തമീമത്ത് എന്ന് പറഞ്ഞാൽ ഏലസ്, ഉറുക്ക് പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എഴുതിയിട്ടോ മറ്റോ കെട്ടി ശരീരത്തിൽ തകിടുകളാക്കി വെച്ചുകൊണ്ട് ശരീരത്തിൽ ബന്ധിപ്പിക്കുക, അതിൽ എഴുതിക്കൊണ്ട് കെട്ടിവെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് തമീമത്ത് എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുകളും ആയത്തുകളുമാണ് പറയുന്നത്. ഫി സഹീഹി അൻ അബി ബഷീർ അൽ അൻസാരി
റളിയല്ലാഹു അൻഹു അന്നഹു കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ബഅദി അസ്ഫാരിഹി. ബഷീർ അൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു യാത്രയിലായിരുന്നു. ചില യാത്രകളിൽ ഉണ്ടായിട്ടുണ്ട്. ആ യാത്രയിൽ ഫാർസല റസൂലൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രാ സംഘത്തിലേക്ക് ആളുകളെ നിയോഗിച്ചു, ആളുകളെ അയച്ചു. അല്ലാ യബ്ഖയന്ന ഫീ റഖബതി ബഈരിൻ ഖിലാദത്തുൻ മിൻ വതരിൻ ഔ ഖിലാദത്തുൻ ഇല്ലാ ഖുതിഅത്. അല്ലാ യബ്ഖയന്ന, ബാക്കിയാക്കരുത്, ഒരു ബാക്കി വെക്കരുത്. ഫീ റഖബതി ബഈരിൻ, യാത്രക്ക് ഉപയോഗിക്കുന്ന ഒട്ടകങ്ങളിൽ ഒന്നും ഉണ്ടാകരുത്. ഖിലാദത്തുൻ മിൻ വതരിൻ, ഖിലാദത്ത് എന്ന് പറഞ്ഞാൽ കെട്ട്, ഇതുപോലെ കണ്ണേറ് തട്ടാതിരിക്കാൻ കെട്ട്. വത്തറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പിന്റെ എല്ലാം അമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അതിന്റെ ഇതുണ്ടല്ലോ, സ്ട്രിങ്, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതിന്റെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് തേഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ അറബികൾ അത് മാറ്റും, പുതിയത് വെക്കും. അപ്പൊ ഈ പഴയതിനെ അവർ ഉപയോഗിക്കാറുള്ളത് അവരുടെ മൃഗങ്ങൾക്കെല്ലാം കണ്ണേറ് തട്ടാതിരിക്കാൻ കെട്ടായിട്ട് അവർ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഖിലാദത്ത് അല്ലെങ്കിൽ ഔ ഖിലാദത്ത് അല്ലെങ്കിൽ അല്ലാതെയുള്ള ഏതോ ഒരു കെട്ട്, ഇല്ല ഖുതിഅത്, മുറിച്ചു കളയാതെ ആ ഒരു കെട്ടും വെക്കരുത്. കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള കെട്ടുകൾ മുറിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ് ഈ ഹദീസ് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഹദീസ് കൊണ്ടും സൂചിപ്പിക്കുന്ന കാര്യം എന്താണ്? ഒരാളുടെ തൗഹീദിന് എതിരായിട്ടുള്ള കാര്യമാണ് കണ്ണേറ് തട്ടുമെന്ന്. കണ്ണേറ് ഹക്കാണ്, അത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് തട്ടും എന്നുള്ള ഭയം കൊണ്ട് ഇതുപോലെയുള്ള ചരടുകൾ കെട്ടുക, ഇതുപോലെയുള്ള കാര്യങ്ങൾ ബന്ധിപ്പിക്കുക എന്നുള്ളത് ശറയിൽ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യുക എന്നുള്ളത് ഹറാമാണ്, അതുപോലെ തന്നെ ഷിർക്കുമാണ്. കാരണം അതുമായിട്ടുള്ള ഈ തഅല്ലുഖ് വരുന്നതുകൊണ്ട്. ഷിർക്കുൻ അസ്ഗറാണ് അടിസ്ഥാനം. എത്രത്തോളം അതുമായിട്ട് ബന്ധം വരുന്നോ അതിന്റെ അടിസ്ഥാനത്തിൽ ഷിർക്കുൻ അക്ബറായി മാറും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാഹന മൃഗങ്ങളിൽ ഇതുപോലെ കണ്ണേറ് തട്ടാതിരിക്കാനുള്ള ഇങ്ങനെ കെട്ടുകൾ കെട്ടുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുണ്ട്, അത് മുറിച്ചു കളയാൻ പറഞ്ഞിട്ടുമുണ്ട്. വഅൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല, മറ്റൊരു ഹദീസിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ഇന്നർ റുഖ വത്തമാഇമ വത്തിവലത ശിർക്കുൻ, തീർച്ചയായും റുഖിയ എന്നുള്ളത് അഥവാ ഷിർക്കിയായിട്ടുള്ള വാചകങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള റുഖിയ, വത്തമാഇമ, ഈ തമീമത്തുകൾ ബന്ധിപ്പിക്കുക എന്നുള്ളത്, ഉറുക്ക്, ഏലസ് പോലെയുള്ളവ, തിവലത്ത എന്നുള്ളത് ഇതുപോലെ തന്നെ കിട്ടുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് ഉപയോഗിക്കാറുള്ളത് ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും ഇഷ്ടമുണ്ടാകാൻ വേണ്ടി, താല്പര്യമുണ്ടാകാൻ വേണ്ടി കിട്ടുന്നതാണ്. അങ്ങനെയുള്ളതും ഷിർക്കുൻ, ഷിർക്കാണ്, അത് ഷിർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. ഷിർക്കാണ്, ഷിർക്കുൻ അസ്ഗറാണ് അടിസ്ഥാനപരമായിട്ട്, അത് ഷിർക്കാണ്. സഹോദരങ്ങളെ, ഷിർക്കിന്റെ ഗൗരവം മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്, ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എത്രത്തോളം ഭയപ്പെടും, അത്രയും ഗൗരവമുള്ള ശിക്ഷ പഠിപ്പിച്ചിട്ടുള്ള കാര്യമായിരുന്നു. കാരണം ഇതെല്ലാം തൗഹീദിന്റെ പൂർണ്ണതയെ ഇല്ലാതാക്കുന്ന, തൗഹീദിൽ നിന്ന് ഒരാളെ തെറ്റിക്കുന്ന കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു, ഇതൊന്നും ശറഅ് പഠിപ്പിക്കാത്ത കാരണങ്ങളാണ്. ശറയിൽ പഠിപ്പിച്ചിട്ടില്ലാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത കാരണങ്ങളാണ് ഈ പറഞ്ഞവയെല്ലാം. എന്നിട്ട് ഇതിനെ ഓരോ വിശദീകരിക്കുകയാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ. അത്തമാഇമു, തമാഇം പറഞ്ഞാൽ എന്താണ്? ഷൈഉൻ യുഅല്ലഖു അലൽ ഔലാദി മിനൽ ഐൻ, കുട്ടികളുടെ മേലെ കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി കെട്ടുന്ന കാര്യങ്ങളാണ് തമാഇം എന്ന് പറയുന്നത്. ലാകിൻ ഇദാ കാനൽ മുഅല്ലഖു മിനൽ ഖുർആനി, ഇപ്പോ ഈ തമീമത്തുകൾ നമ്മൾ പറഞ്ഞു, എന്തെങ്കിലും കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് അതിന്റെ പേപ്പറോ തകിടുകളിലാക്കിയിട്ടോ എല്ലാമാണ് ഉണ്ടാവുക. നമ്മൾ നാട്ടിൽ കാണുന്ന ഏലസ് പോലെയുള്ളവ. ഇവിടെ ഒരു ചർച്ചയുണ്ട്, അതാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അടുത്ത് പറയുന്നത്, ലാകിൻ ഇദാ കാനൽ മുഅല്ലഖു മിനൽ ഖുർആൻ, ഇനി ഖുർആനിൽ നിന്ന് എന്തെങ്കിലുമാണ് അതിൽ എഴുതി കെട്ടിയിട്ടുള്ളത് എങ്കിൽ, ഫറഖസ ഫീഹി ബഅദു സലഫ്, സലഫുകളിൽ സഹാബികളിൽ തന്നെ ചില ആളുകൾ, അതുപോലെ മുൻഗാമികൾ ചില ആളുകൾ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വബഅദുഹും ലഹും യുറഖിസ് ഫീഹി വബഅദുഹും ലം യുറഖിസ് ഫീഹി, എന്നാൽ മറ്റു ചിലർ, അതിഭൂരിപക്ഷം ആളുകളും ആ ഒരു ഇളവ് അവിടെ നൽകിയിട്ടില്ല. വയജ്അലുഹു മിനൽ മൻഹി അൻഹു, അതും വിരോധിക്കപ്പെട്ടതിൽ തന്നെയാണ് കൂട്ടിയിട്ടുള്ളത്. മിൻഹും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അതിൽപ്പെട്ട ആളാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ചില മുൻഗാമികളുള്ള ചർച്ചയാണ് ഖുർആനോ അതുപോലെ സ്വഹീഹായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്ഥിരപ്പെട്ട ദുആകളോ ആണ് ഇങ്ങനെ എഴുതി കെട്ടുന്നത് എങ്കിൽ കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായം. അത് പല സലഫുകളിൽ നിന്നും വന്നിട്ടുണ്ട്. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭൂരിഭാഗം സ്വഹാബികളും അതിനെ എന്ത് ചെയ്തിട്ടില്ല, അംഗീകരിക്കുകയോ അത് സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. അതും ഈ വിരോധനത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പല കാരണങ്ങളുണ്ട് അതിന്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് അങ്ങനെ ചെയ്തിരുന്നു എന്നൊരു റിപ്പോർട്ടും വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നു എന്നോ വേറൊരാടെങ്കിലും ചെയ്യാൻ പറഞ്ഞതായിട്ടോ അങ്ങനെ വന്നിട്ടില്ല. രണ്ട്, അങ്ങനെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അയാൾ മ്ലേച്ഛമായ ടോയ്ലറ്റിലോ അതുപോലുള്ള സ്ഥലങ്ങളിലോ ഒക്കെ പോകുമ്പോൾ ആ ഖുർആനിന്റെ ആയത്തുകളും എഴുതിയതുമായിട്ട് അയാൾ കയറേണ്ടി വരും. മൂന്നാമത്തേത്, ഇത് ഷിർക്കിലേക്കുള്ള ഒരു വസീലയായിട്ട് മാറും. കാരണം ഈ ഖുർആൻ എഴുതി കെട്ടുന്ന ഒരാൾ പിന്നെ അടുത്തത് എങ്ങോട്ടേക്കാ പോവുക? ഹറാമായിട്ടുള്ള രോഗം മാറാൻ വേറെന്തെങ്കിലും എഴുതി കെട്ടാ, വേറെന്തെങ്കിലും കെട്ടാ എന്ന നിലക്ക് ആ നിലയിലേക്ക് വേറെ എങ്ങോട്ടേക്കും ഷിർക്കിന്റെ ഹറാമായ നിലയിലേക്ക് പോകും. പല കാരണങ്ങൾ കൊണ്ട് അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇനി ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ അതിന്റെ ഒന്നുകൂടി വ്യക്തമായി അതിന്റെ അപകടം സൂചിപ്പിക്കുന്ന ഈ ഒരു ചർച്ചയിൽ അദ്ദേഹം പറയുന്നുണ്ട്, അന്ന് സഹാബികളിൽ തന്നെ ഈ വിഷയത്തിൽ എന്ത് വന്നിട്ടുണ്ട്? ഖിലാഫ് വന്നിട്ടുണ്ട്. ഇന്ന് അത്രയും ദുർബലമായിട്ടുള്ള ഈമാനുള്ള ആളുകൾ, പെട്ടെന്ന് ശുഭത്തുകളിൽ വീഴുന്ന ആളുകൾ, ശിർക്ക് അത്രയധികം വ്യാപിച്ചിട്ടുള്ള ഈ കാലത്ത് ഒരിക്കലും ഈ ഖുർആൻ കെട്ടുക എന്നുള്ളത് അത് അനുവദനീയമാണ് എന്നുള്ള ചർച്ചയെ ആവശ്യമില്ല. അത് വിരോധിക്കപ്പെട്ടിട്ടുള്ളതിൽ തന്നെ ഉൾക്കൊള്ളുന്നതാണ് എന്ന് പഠിപ്പിക്കലാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്, ഏറ്റവും ഖൈറായിട്ടുള്ളത്. അതാണ് ഇന്നത്തെ ആളുകൾക്ക് ഏറ്റവും തൗഹീദിനെ സുരക്ഷിതമാക്കാനുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചർച്ചയുണ്ട്. അതിന്റെ വിധി ഇങ്ങനെ മനസ്സിലാക്കാം. വറുഖ, രണ്ടാമത്തേത് പറയുന്നത് റുഖയുമായി ബന്ധപ്പെട്ട്, ഹിയല്ലതി തുസമ്മ അൽ അസായിമു, അതിനെ അസായിം എന്നുള്ള പേരിലും അത് പറയാറുണ്ട്. അന്നഹു അഫ്വൻ അസായിമു വഖസ്സ മിൻഹു ദലീലു മാ ഖലാ മിന അശ്ശിർകി, ഈ കാര്യത്തെ അഥവാ റുഖയ എന്നുള്ളതിനെ ഷിർക്കിൽ നിന്ന് ഒഴിവായിട്ടുള്ള വാചകങ്ങൾ ഉപയോഗിച്ചിട്ടാണെങ്കിൽ, അഥവാ ഖുർആനിന്റെ ആയത്തുകളോ ദുആകളോ മറ്റും ഉപയോഗിച്ചിട്ടാണെങ്കിൽ അതിന് കുഴപ്പമില്ല. ഫഖദ് റഖസ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഐനി വൽ ഹുമതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പനിക്കും അതുപോലെ കണ്ണേറ് തട്ടുന്നതിനുമെല്ലാം ഈ റുഖയ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള അനുവദിച്ചിട്ടുള്ള റിവായത്തുകളും ഹദീസുകളും വന്നിട്ടുണ്ട്. അപ്പൊ തമായിമിന്റെ വിഷയത്തിലുള്ള ചർച്ച മനസ്സിലാക്കി. റുഖയുടെ വിഷയത്തിൽ ശിർക്കൻ ലഫ്ളുകളുള്ള റുഖയ അനുവദനീയമല്ല. വത്തിവലതു, മൂന്നാമത് പറഞ്ഞത് തിവലത്ത്. തിവലത്ത് എന്ന് പറഞ്ഞാൽ ഷൈഉൻ യസ്നഊനഹു യസ്അമൂന അന്നഹു യുഹ്ബബുൽ മർഅത ഇലാ സൗജിഹാ വറജുല ഇലാ ഇംറഅതിഹി, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെട്ടുന്ന ഒരു കാര്യമാണ് തിവലത്ത് എന്ന് പറയുന്നത്. അപ്പോ ഈ ഹദീസിൽ മനസ്സിലാക്കേണ്ടത് റുഖയ അത് രണ്ടിനമുണ്ട്. ഒന്ന് മശ്റൂ ആണ്, ശറയിൽ പഠിപ്പിച്ചിട്ടുള്ള ഖുർആനും സഹിയായി വന്നിട്ടുള്ള ദുആകളും ഉപയോഗിച്ചുകൊണ്ടുള്ളത്. രണ്ട്, മംനൂ ആണ്, അഥവാ ഷിർക്കൻ രീതികൾ ഉപയോഗിച്ചിട്ടുള്ളത്. തമീമത്തിന്റെ വിഷയത്തിലും ഒന്ന് ഇജ്മാഅോടുകൂടി മംനൂ ആയിട്ടുള്ള വിരോധിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഷിർക്കൻ ലഫ്ളുകൾ എഴുതിയിട്ടുള്ള തമായിമുകൾ എന്നുള്ളത് അത് ഹറാമാണ്, അതിലൊരു സംശയമില്ല. പിന്നെ ഖിലാഫ് വന്നിട്ടുള്ളത് ഖുർആൻ എഴുതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ സഹാബികൾ ചിലർ അത് അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഭൂരിഭാഗവും അത് മംനൂ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പാടില്ല എന്ന് തന്നെയാണ്. കാരണം നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് അത് ശിർക്കിലേക്ക് എത്തുന്ന ഒരു വഴി, സദ്ദു ദരിഅ, ആ ഒരു വഴി തടയാൻ എന്ന നിലക്ക്. മൂന്നാമത്തേത് തിവലത്തു, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹമുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് സിഹറിന്റെ ഒരു ഇനമാണ്, അത് ഖിലാഫില്ലാതെ ഹറാമാണ്. അടുത്ത ഒരു ഹദീസ്, വഅൻ അബ്ദുല്ലാഹ് ഇബ്നു ഉഖൈമിൻ മർഫൂഅൻ മൻ തഅല്ലഖ ശൈഅൻ വുകില ഇലൈഹി. അബ്ദുല്ലാഹ് ഇബ്നു ഉഖൈം റളിയല്ലാഹു അൻഹു അവന് ഉദ്ധരിക്കുകയാണ്, മൻ തഅല്ലഖ ശൈഅൻ വുകില ഇലൈഹി, ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിനോട് തഅല്ലുഖായാൽ അവന്റെ ഖൽബ് അതുമായി ഒരു കെട്ടിക്കൊടുക്ക്, അതിനോടൊരു അടുപ്പം, അതിനെ ആശ്രയിക്കുന്ന ഒരവസ്ഥ, അത് ഒരു വ്യക്തിയാവട്ടെ, വസ്തുവാവട്ടെ, സമ്പത്താവട്ടെ, അധികാരമാവട്ടെ, എന്തിനേറ്റാണെങ്കിലും, അത് തമീമത്താവട്ടെ അല്ലെങ്കിൽ ചരടാവട്ടെ, എന്തിനേറ്റാണെങ്കിലും വുക്കില ഇലൈഹി, അവൻ അതിലേക്ക് ഏൽപ്പിക്കപ്പെട്ടവനായി തീരും, അവന് പിന്നെ അതിലേക്ക് ഏൽപ്പിക്കപ്പെട്ടവനായിട്ട് തീരും. എന്നാൽ ഒരാൾ അള്ളാഹുവിലേക്കാണ് തഅല്ലുഖാവുന്നത് എങ്കിൽ അവൻ അള്ളാഹു മതിയായവനാണ്. വമൻ യതവക്കൽ അലല്ലാഹ്
ഫഹുവ ഹസ്ബുഹ്. അള്ളാഹുൽ ഭരമേൽപ്പിക്കുന്നതിന് അള്ളാഹു മതിയായവനാണ്. അപ്പൊ ഈ കെട്ടിലോ മറ്റോ എല്ലാമാണ് ഒരാൾ ആശ്രയിക്കുന്നത് എങ്കിൽ അവൻ അതിലേക്ക് ആവശ്യപ്പെട്ടവനായി ആവശ്യക്കാരനായി മാറുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അടുത്ത ഈ ബാബിലെ ഹദീസ് വറവാ അൽ ഇമാം അഹ്മദ് അൻ റുവൈഫി റളിയല്ലാഹു അൻഹു ഖാല, റുവൈഫി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സഹാബിയോട് പറഞ്ഞു, യാ റുവൈഫി ലഅല്ലൽ ഹയാത സതതൂലു ബിക, നിനക്ക് ഒരുപാട് കാലം ജീവിക്കാനുള്ള അവസരമുണ്ടായേക്കാം. ഫഅഖ്ബിരിന്നാസ, ആ സമയത്ത് നീ ജനങ്ങളെ അറിയിക്കണം, അന്ന മൻ അഖദ ലിഹ്യതഹു ഔ തഖല്ലദ വതറൻ ഔ ഇസ്തൻജാ ബിറജീഇ ദാബത്തിൻ ഔ അൾമിൻ ഫഇന്ന മുഹമ്മദൻ ബരീഉം മിൻഹു, ആരെങ്കിലും താടി കെട്ടിടുകയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കെട്ടുകൾ ശരീരത്തിൽ ബന്ധിപ്പിക്കുകയോ അതല്ലെങ്കിൽ കാഷ്ടം കൊണ്ടോ മൃഗങ്ങളുടെ എല്ലുകൊണ്ടോ മലമൂത്ര വിസർജനങ്ങൾക്ക് ശേഷം ശുദ്ധിയാക്കുകയോ ചെയ്താൽ ഫഇന്ന മുഹമ്മദൻ ബരീഉം മിൻഹും, തീർച്ചയായിട്ടും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്ന് ഒഴിവാണ് എന്ന് നീ അറിയിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ ഒന്നാമത്തെ താടി കെട്ടിടുക എന്നുള്ളതാണ്. അത് ഉലമാക്കൾ പറയുന്നത് അത് ഒരു അഹങ്കാരത്തിന്റെ രൂപമായിട്ട് അന്ന് ചില ആളുകൾ ചെയ്യാറുള്ള രീതിയാണ്. അങ്ങനെ കെട്ടിടലാണ്. അതല്ലെങ്കിൽ ഹിജറകളോട് സാദൃശ്യപ്പെടാൻ വേണ്ടി താടിയെ ഒഴിവാക്കുന്ന രീതിയിൽ കെട്ടിടുന്നതാണ്, അല്ലെങ്കിൽ നിസ്കാരത്തിൽ താടി കെട്ടുന്നതാണ് എന്നെല്ലാം വന്നത് കാണാം. അപ്പൊ ഏത് രീതിയിലാണെങ്കിലും താടി അങ്ങനെ കെട്ടിയിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളത് പാടില്ലാത്തൊരു കാര്യമാണ്. രണ്ടാമത് പറഞ്ഞതാണ് നമ്മുടെ ഈ ബാബുമായി ബന്ധപ്പെട്ടത്, ഇതുപോലെയുള്ള കെട്ടുകൾ വത്ര നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, അമ്പിന്റെ കെട്ട് ഇതെല്ലാം കെട്ടുന്നത്, അങ്ങനെയുള്ള കെട്ടുകൾ കെട്ടുന്നവരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാട് എന്നറിയിക്കാൻ പറഞ്ഞു എന്ന് ഈ ഹദീസിൽ കാണാം. അത് ശിർക്കായതുകൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ ഹദീസുകൾ വന്നതുപോലെ അത് ശിർക്കാണ്. കാരണം അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യത്തിൽ മറ്റൊന്നിനെ ബന്ധിപ്പിക്കലാണ്. അടുത്തത് വൻ സഈദ് ഇബ്നു ജുബൈർ ഖാല, താബിഈ ശ്രേഷ്ഠനായിട്ടുള്ള സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ ഖതഅ തമീമതൻ മിൻ ഇൻസാനിൻ കാന കഇദ്ലി റഖബത്തിൻ, ആ സഹാബി പറയാണ്, ആരെങ്കിലും ഒരു മനുഷ്യനിൽ നിന്നൊരു തമീമത്ത് മുറിച്ചു കളയുകയാണെങ്കിൽ, ഒഴിവാക്കുകയാണെങ്കിൽ അതൊരു അടിമയെ മോചിപ്പിക്കുന്നത് പോലെയാണ്. കാരണം അതിന്റെ പ്രാധാന്യത്തെ അറിയിക്കാനാണ്. അടിമയെ മോചിപ്പിക്കുന്ന പ്രതിഫലം കിട്ടുന്നല്ല അതിന്റെ അർത്ഥം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുമല്ല, ആ താബിഈന്റെ വാക്കാണ്. അതായത് ഷിർക്കിൽ നിന്ന് ഒരാളെ ഒഴിവാക്കുന്ന, അയാൾക്ക് ഷിർക്കാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അടിമ മോചിപ്പിക്കുന്നത് പോലെ പ്രതിഫലം ലഭിക്കുന്ന മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വ്യക്തി ചെയ്തിട്ടുള്ളത് എന്നറിയിക്കാനാണ് ഒരാളുടെ തമീമത്ത് ഒഴിവാക്കുക എന്നുള്ളത്. വലഹു അൻ ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാഹ്, താബിഈ പണ്ഡിതനാണ്. കാനൂ യക്റഹൂന തമാഇമ കുല്ലഹാ മിനൽ ഖുർആനി വഗൈറിൽ ഖുർആൻ, അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, സഹാബികളിൽ അവർ ഭൂരിഭാഗം പേരും തമീമത്തിനെ വെറുത്തിരുന്നു. അത് ഖുർആനിൽ നിന്നായാലും ശരി ആ തമീമത്ത് ഉപയോഗിക്കുക എന്നുള്ളത്, എന്തെങ്കിലും എഴുതി കെട്ടുക എന്നുള്ളത് വെറുത്തിരുന്നു എന്ന് താബിഈ ശ്രേഷ്ഠനും പണ്ഡിതനുമായിട്ടുള്ള ഈ ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാഹ് പറയുകയാണ്. അപ്പോൾ ഈ ഹദീസുകളും ഈ അസറുകളും എല്ലാം അറിയിക്കുന്നത് ഇന്ന് മുസ്ലിമീങ്ങളുടെ ഇടയിൽ ധാരാളമായി വ്യാപിച്ചിട്ടുള്ള അന്ധവിശ്വാസമായിട്ടുള്ള ശർഈയായിട്ടോ ഭൗതികപരമായിട്ടോ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യമായിട്ടുള്ള ഉറുക്കോ ഏലസോ ചരടോ വളയമോ അല്ലെങ്കിൽ ആ രീതിയിൽപ്പെട്ട എന്ത് കാര്യവും അത് ചെയ്യുക എന്നുള്ളത് എന്താണ്? ഷിർക്കിൽപ്പെട്ട കാര്യമാണ്. അത് ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഷിർക്കൻ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള റുഖിയയും അതിൽപ്പെട്ടതാണ്. അത് ഗൗരവത്തിൽ ആ കാര്യം മനസ്സിലാക്കണം. ഇനി ഈ ബാബിലെ ഇമാം സഅദി റഹിമഹുള്ളയുടെ വിശദീകരണം, ബാബു മാ ജാഅ ഫി റുഖ വത്തമായിം, റുഖയുടെ വിഷയത്തിലും തമീമത്തിന്റെ വിഷയത്തിലും വന്നിട്ടുള്ള കാര്യങ്ങൾ. അമ്മ തമായിമു ഫഹിയ തആലിഖുൻ തതഅല്ലഖു ബിഹാ ഖുലൂബു മുതഅല്ലിഖീഹാ. തമീമത്ത് എന്ന് പറഞ്ഞാൽ ആ കെട്ടുമായിട്ട് അത് കെട്ടുന്നവന്റെ ഖൽബ് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. വൽ ഖൗലു ഫീഹാ കൽ ഖൗലി ഫിൽ ഹൽഖതി വൽ ഖൈതി കമാ തഖദ്ദം. ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്, നാം മുൻപ് ഈ ഖൈത്തിന്റെയും കഴിഞ്ഞ ബാബിൽ എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഇതിനും പറയാനുള്ളത്. ഫമിൻഹ മാ ഹുവ ശിർക്കുൻ അക്ബർ, ഇതിൽ ശിർക്കുൻ അക്ബർ ആകുന്ന ഇനമുണ്ട്. കല്ലത്തി തശ്തമിലു അലൽ ഇസ്തിഗാസതി ബിശ്ശയാത്തീനി ഔ ഗൈരിഹിം മിനൽ മഖ്ലൂഖീൻ, പിശാചുക്കളോടോ അതല്ലെങ്കിൽ മറ്റു വല്ല സൃഷ്ടികളോടോ രക്ഷ തേടുന്ന അവസ്ഥയിലാണ് ഈ എഴുത്തുകളും മറ്റും കെട്ടുന്നത് എങ്കിൽ അത് ശിർക്കുൻ അക്ബറാണ്.
ഫലിസ്തിഗാസതു ബിഗൈരില്ലാ ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ് ശിർക്കുൻ. അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യത്തിൽ വേറൊരാളോട് സഹായം തേടുക എന്നുള്ളത് ശിർക്കാണ്. കമാ സയഅതി ഇൻഷാ അല്ലാഹ്. ആ വിഷയം ഇസ്തിഗാസയുടെ ബാബ് ഇതിൽ വരുന്നുണ്ട് ഭാവിയിൽ ഈ കിതാബിൽ. വമിൻഹാ മാ ഹുവ മുഹറമുൻ. അതുപോലെ തന്നെ തമീമത്തിന്റെ വിഷയത്തിൽ ഹറാമായതുമുണ്ട്. കല്ലതി ഫീഹാ അസ്മാഉൻ ലാ യുഫ്ഹമു മഅനാഹാ ലിഅന്നഹാ തജ്റു ഇല ശിർക്ക്. എന്തെങ്കിലും വാക്കുകൾ എഴുതും, അതിന്റെ അർത്ഥം ഒരാൾക്കും അറിയില്ല. എന്തെങ്കിലും വാക്കുകൾ എഴുതിയിട്ട് അതിന്റെ അർത്ഥമോ ആശയമോ ഒന്നും അറിയാത്തവ അത് ചെയ്യുക എന്നുള്ളത് ഹറാമാണ്. കാരണം അത് ശിർക്കിലേക്ക് എത്തിക്കും. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത എന്തെങ്കിലും കെട്ടിവെക്കുന്നത് അത് ശിർക്കിലേക്ക് എത്തിക്കും. വഅമ്മത് തആലീഖു ലതി ഫീഹാ ഖുർആനുൻ ഔ അഹാദീസുൻ നബവിയ്യത്തുൻ ഔ അദ്ഇയ്യത്തുൻ ത്വയ്യിബത്തുൻ മുഹ്തറമത്തുൻ. ഇനി ഖുർആൻ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ട ദുആകളോ മറ്റോ എഴുതുന്നത് ഫൽ ഔല, അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പ്രാധാന്യം തർക്കുഹ, അത് ഒഴിവാക്കണം. ലിഅദമി വുറൂദിഹ അനിശ്ശാരി, കാരണം അള്ളാഹുവിൽ നിന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ അത് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു തെളിവും വന്നിട്ടില്ല. വലികൗനിഹ യുതവസ്സലു ബിഹാ ഇലാ ഗൈരിഹാ മിനൽ മുഹറം. അതുപോലെ തന്നെ ഈ ഖുർആൻ എഴുതി കിട്ടുന്നതിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ഹറാമായ എന്തെങ്കിലും എഴുതി കിട്ടുന്ന അവസ്ഥയിലേക്കാണ് എത്തിച്ചേരുക. വലി അന്നൽ ഗാലിബ അലാ മുതഅല്ലിഖിഹാ അന്നഹു ലാ യഹ്തരിമുഹാ വയദ്ഖുലു ബിഹൽ മവാദിഅൽ ഖദിറ. അതുപോലെ തന്നെ ഇത് കെട്ടിയ ആള് അതിന് കൊടുക്കേണ്ട ഇഹ്തിറാം, ബഹുമാനം, ആദരവ് നൽകാതെ മ്ലേച്ഛമായ സ്ഥലങ്ങളിൽ, ടോയ്ലറ്റുകളിലെല്ലാം അത് കെട്ടിപ്പോകുന്ന അവസ്ഥയുണ്ടാകും. എന്നിട്ട് പറയാണ് വ അമ്മർ റുഖ. ഇനി റുഖിയയുടെ വിഷയത്തിൽ ഫഫീഹാ തഫ്സീലുൻ, അതിൽ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഫൈൻ കാനത് മിനൽ ഖുർആനി അവിസ് സുന്നതി അവിൽ കലാമിൽ ഹസൻ, അത് ഖുർആനിൽ നിന്നുള്ളതോ ഹദീസിൽ നിന്നുള്ള ദുആകളോ അല്ലെങ്കിൽ അല്ലാതെ ഒരു വ്യക്തി അല്ലാതെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന നല്ല വാക്കുകളോ ആണ് എങ്കിൽ ഫഇന്നഹ മൻദൂബത്തുൻ, അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടുള്ള കാര്യമാണ്. ഫി ഹഖ്ഖിർ റാഖി, ആർക്ക്? റുഖിയ ചെയ്യുന്ന ഒരാൾക്ക്. നമ്മളൊരു രോഗിയുണ്ട്, ആ രോഗിയുടെ അടുക്കൽ പോയി നമ്മൾ ദുആ ചെയ്യുകയോ ഖുർആൻ ചെയ്യുകയോ നമ്മൾ ആ രോഗിയല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ലിഅന്നഹാ മിൻ ബാബിൽ ഇഹ്സാൻ, കാരണം അതെന്താണ്? അത് രോഗിയോട് ചെയ്യുന്ന ഒരു ഇഹ്സാനാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഇതിലുണ്ട്. അഥവാ രോഗിയായിട്ട് ഒരാൾ കിടക്കുകയാണ്, ഒരാൾ സന്ദർശിക്കാൻ പോയി. അപ്പൊ ആ രോഗിക്ക് വേണ്ടി ഖുർആൻ ഓതിയിട്ടോ ദുആ ചെയ്തിട്ടോ ഹദീസിന്റെ വന്നിട്ടുള്ള ദുആകൾ ചൊല്ലിയിട്ടോ ഒക്കെ ചെയ്യുക എന്നുള്ളത് ആ വന്നിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, റാഖിയെ സംബന്ധിച്ചിടത്തോളം, റുഖിയ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. കാരണം അത് അയാളോട് ചെയ്യുന്ന ഒരു ഇഹ്സാനാണ്, നന്മയാണ്. വലിമാ ഫീഹാ മിനൻ നഫ്, കാരണം അതുകൊണ്ട് അയാൾക്ക് എന്തുണ്ടായേക്കാം? ഉപകാരമുണ്ടായേക്കാം. വഹിയ ജായിസത്തുൻ, ഇനി പറയുന്നതാണ് വഹിയ ജായിസത്തുൻ ഫീ ഹഖ്ഖിൽ മർഖി. ഇനി ആരോടാണോ റുഖിയ ചെയ്യപ്പെടുന്നത് ആ രോഗിക്ക് അത് അനുവദനീയമാണ്. ഒരാൾ വന്ന് റുഖിയ ചെയ്യുമ്പോൾ ആ രോഗിക്ക് അത് അനുവദനീയമാണ്. ഇല്ല അന്നഹു ലാ യംബഗി ലഹു അൻ യബ്തദിഅ ബിത്വലബിഹാ, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? ആ രോഗി എനിക്ക് റുഖിയ ചെയ്യണമെന്ന് ആദ്യം ആവശ്യപ്പെടാൻ പാടില്ല. ആവശ്യപ്പെടാതെ ഒരാൾ വന്ന ആ രോഗിക്ക് റുഖിയ ചെയ്യുക എന്നുള്ളത് ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമായ കാര്യമാണ്. റാഖിയെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹിപ്പിക്കപ്പെട്ടുള്ള കാര്യമാണ്, കാരണം അവൻ ചെയ്യുന്ന ഒരു നന്മയാണ്. ഫഇന്ന മിൻ കമാലി തവക്കുലിൽ അബ്ദ്, ഒരടിമയുടെ അള്ളാഹുൽ ഭരമേൽപ്പിക്കുന്നതിന്റെ പൂർണ്ണതയിൽപ്പെട്ടതും വഖുവ്വതി യഖീനിഹി, അവന്റെ ദൃഢതയുടെ ശക്തിയിൽപ്പെട്ടതുമാണ് അല്ലാ യസ്അല അഹദൻ മിനൽ ഖൽഖ്, ഒരു സൃഷ്ടിയോടും ചോദിക്കാതിരിക്കുക എന്നുള്ളത്. ലാ റുഖിയതൻ വലാ ഗൈറഹ, റുഖിയാവട്ടെ അല്ലാത്ത എന്ത് കാര്യമാവട്ടെ ഒരടിമ വേറൊരു സൃഷ്ടിയോട് ഒരു കാര്യം ചോദിക്കാതിരിക്കുക എന്നുള്ളത് ഒരാളുടെ തവക്കുലിന്റെ പൂർണ്ണതയിൽപ്പെട്ട കാര്യമാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബൽ യംബഗി ലഹു ഇദാ സഅല അഹദൻ, ഇനി ഒരാൾ മറ്റൊരാളോട് ചോദിക്കുകയാണ് അയ്യദ്ഉ ലഹു, അവന് വേണ്ടി ദുആ ചെയ്യാൻ. ഇപ്പൊ നമ്മൾ ഒരാളോട് പറയാണ് എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ എന്ന് പറയുകയാണ്. ആ സമയത്ത് മനസ്സിലാക്കണം അയ്യൽഹല മസ്ലഹത ദാഇ വൽ ഇഹ്സാന ഇലൈഹി ബിതസബ്ബുബിഹി ലിഹാദിഹിൽ ഉബൂദിയത്തി ലഹു മഅ മസ്ലഹതി നഫ്സിഹി. തൗഹീദ് പൂർത്തീകരിക്കുന്ന ഒരു വ്യക്തി അവൻ മറ്റൊരാളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അവൻ മനസ്സിലാക്കേണ്ടത് അവൻ ഒരിക്കലും അവന്റെ ആവശ്യത്തിനാവരുത് ആ ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. അതായത് ഒരാളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക എന്നുള്ളതിനെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടുള്ള കാര്യമൊന്നുമല്ല.
അത് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിലോ മറ്റോ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൂ. സലഫുകൾ അധികം പ്രോത്സാഹിപ്പിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. ഇനി ഒരാൾ വേറൊരാളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ആവശ്യപ്പെടുന്ന വ്യക്തി മനസ്സിലാക്കണം, ഞാൻ അയാളോട് ആവശ്യപ്പെടുന്നത് എന്റെ മസ്ലഹത്തിന് വേണ്ടിയിട്ടല്ല, എനിക്കെന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ടല്ല. ഞാൻ പറഞ്ഞതുകൊണ്ട് അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അവൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനൊരു അവസരം കിട്ടി. അവന്റെ ദുആഇന് മലക്കുകൾ എന്ത് ചെയ്യും? അവന് വേണ്ടി നിനക്കും അതുപോലെ ഉണ്ടാകട്ടെ എന്ന് ദുആ ചെയ്യും. അങ്ങനെ അവന് നന്മയുണ്ടാകാനാണ് ഞാൻ അവനോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടത് എന്നായിരിക്കണം ആവശ്യപ്പെടുന്ന വ്യക്തിയുടെ മനസ്സിലുണ്ടാകേണ്ടത്. ഒന്നുകൂടി പറയാം, ഒരാൾ ഇപ്പൊ നമ്മളാരെങ്കിലും ഒരാളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. അപ്പൊ തൗഹീദ് പൂർത്തീകരിച്ച വ്യക്തി എന്ന നിലയ്ക്ക് ആവശ്യപ്പെടുന്ന ആളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് എനിക്ക് വേണ്ടി അവൻ ദുആ ചെയ്യണമെന്നല്ല, എന്റെ ആവശ്യം നടക്കാൻ വേണ്ടി അവൻ ദുആ ചെയ്യണമെന്നല്ല. ഞാനീ പറഞ്ഞതുകൊണ്ട് അവൻ ദുആ ചെയ്യുന്നത് കൊണ്ട് അവൻ എന്തുണ്ടായി? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തു, അവന് മലക്കിന്റെ പ്രാർത്ഥന ലഭിക്കാൻ കാരണമായി. അതിനായിരിക്കണം ഒരാൾ ദുആ ചെയ്യാൻ ആവശ്യപ്പെടേണ്ടത്. കാരണം നമ്മൾ ഒരാളിലേക്ക് ആവശ്യക്കാരനാവുക എന്നുള്ളത് ഒരു തരത്തിലുണ്ടാകാൻ പാടില്ല. അതാണ് തൗഹീദിന്റെ പൂർത്തീകരണം. നമ്മൾ ഒരാളുടെ ദുആയിലേക്ക് ആവശ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഒരാളുടെ റുഖിയയിലേക്ക് ആവശ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതാണ് തൗഹീദിന്റെ പൂർത്തീകരണം പറയുന്നത്. അപ്പൊ അങ്ങനെ ആയിരിക്കണം ഒരാൾ ദുആ ചെയ്യാൻ ആവശ്യപ്പെടേണ്ടത്. എന്നിട്ട് പറയാണ് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, വഹാദാ മിൻ അസ്റാരി തഹ്ഖീഖി തൗഹീദ്, ഇത് തൗഹീദ് സാക്ഷാത്കരിക്കുന്നതിന്റെ രഹസ്യത്തിൽപ്പെട്ട കാര്യമാണ്. തൗഹീദ് സാക്ഷാത്കരിക്കുന്നതിന്റെ രഹസ്യത്തിൽപ്പെട്ട കാര്യമാണത്. വമആനീഹിൽ ബദീഅ അല്ലതി ലാ യുവഫഖു ലിതഫഖുഹി ഫീഹാ വൽ അമലി ബിഹാ ഇല്ലൽ കുമ്മല മിനൽ ഇബാദ്. തൗഹീദ് പൂർത്തീകരിച്ച അവന്റെ അടിമകൾക്കല്ലാതെ ഇത് മനസ്സിലാവുകയില്ല, ഇത് യഥാർത്ഥത്തിൽ ബോധ്യപ്പെടുകയില്ല. ചില ആളുകൾ തിരിച്ചു വെച്ചിട്ടുള്ള ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടാണെന്ന. പക്ഷെ തൗഹീദ് പൂർത്തീകരിക്കുന്ന ഒരു വ്യക്തി മറ്റൊരാളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സിലുണ്ടാകുന്ന നിയത്ത് എന്താണ്? ഞാൻ പറഞ്ഞുകൊണ്ട് അവൻ അള്ളാഹുവിനെ ദുആ ചെയ്തോട്ടെ, അവന് മലക്കിന്റെ പ്രാർത്ഥന ലഭിച്ചോട്ടെ എന്നുള്ളത് മാത്രമായിരിക്കും. അല്ലാതെ മറ്റൊരാളിലേക്ക് ആവശ്യക്കാരനാകാൻ തൗഹീദ് പൂർത്തീകരിച്ച ഒരാൾ ഉണ്ടാകില്ല. അത് ആർക്കേ മനസ്സിലാവുകയുള്ളൂ, ഇത് ആർക്കേ അമല് ചെയ്യാൻ പറ്റുള്ളൂ? ഇല്ലൽ കുമ്മല മിനൽ ഇബാദ്, അടിമകളിൽ പൂർത്തീകരണം, ഏറ്റവും തൗഹീദ് പൂർത്തീകരിച്ച ആളുകൾക്ക് ഇത് അറിയുകയുള്ളൂ. വൈൻ കാനത്ത് റുഖയതു, എന്നിട്ട് സഅദി റഹിമഹുല്ലാഹ് പറയാൻ, വൈൻ കാനത്ത് റുഖയതു യുദ്ആ ബിഹാ ഗൈറുല്ലാഹ് വയുത്ലബു ശിഫാഉ മിൻ ഗൈരിഹി ഫഹാദാ ഹുവ അശ്ശിർകുൽ അക്ബർ. ഇനി റുഖയയുടെ വാചകങ്ങളിൽ അല്ലാഹു അല്ലാതെ മറ്റാരോടെങ്കിലും തേടുകയോ അല്ലെങ്കിൽ ഷിഫാ തേടുകയോ ചെയ്താൽ അത് ശിർക്കുൻ അക്ബറാണ്, വലിയ ശിർക്കാണ്. ലിഅന്നഹു ദുആഉൻ വസ്തിഗാസത്തുൻ ബിഗൈരില്ലാഹ്, അത് അല്ലാഹുവിനോടല്ലാതെ വേറൊരാളോടുള്ള ദുആവും ഇസ്തിഗാസയുമാണ്. ഫഫ്ഹം ഹാദ തഫ്സീൽ, ഈ വ്യത്യാസം, റുഖയയുടെ വ്യത്യാസം നീ മനസ്സിലാക്കണം. വഇയ്യാക അൻ തഹ്കുമ അല റുഖാ ബിഹുക്മിൻ വാഹിദിൻ മഅ തഫാവുതിഹാ ഫീ അസ്ബാബിഹാ വഗായാതിഹാ. റുഖയയുടെ ഈ വ്യത്യാസം മനസ്സിലാക്കാതെ റുഖയക്ക് പൊതുവായിട്ട് ഒരു വിധി നീ കൽപ്പിക്കുന്നത് നീ സൂക്ഷിക്കണം. ശർഇൽ അനുവദിക്കപ്പെട്ട റുഖയയുമുണ്ട്, ഹറാമായിട്ടുള്ള റുഖയയുമുണ്ട്. അപ്പൊ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് ഈ ബാബിന്റെ തഫ്സീർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ ഇതുപോലെയുള്ള കെട്ടുകൾ, വളയങ്ങൾ, ഏലസ്, ഉറുക്ക്, അതുപോലെ എന്ത് കാര്യമാണെങ്കിലും അതൊരാളുടെ തൗഹീദിനെ ശിർക്കുൻ അസ്ഗർ സംഭവിച്ചിട്ട് തൗഹീദിന്റെ പൂർത്തീകരണം ഇല്ലാതാക്കും. അതല്ല, അതിനെ പൂർണ്ണമായി ആശ്രയിക്കുന്ന അവസ്ഥയുണ്ടായാൽ അത് ശിർക്കുൻ അക്ബറായി മാറുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഏറ്റവും തൗഹീദ് സാക്ഷാത്കരിക്കുന്ന അതിന്റെ ഉന്നതമായ പദവിയിലെത്തുന്ന ആളുകളാണാകേണ്ടത്. റുഖയയുടെ വിഷയത്തിൽ അങ്ങനെ നമ്മൾ ഒരാളോട് ആവശ്യപ്പെടുന്നില്ല, ആവശ്യപ്പെടാതെ പൂർത്തീകരിക്കുന്ന ആളുകൾ. ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയാണെങ്കിലും മറ്റൊരാളിലേക്ക് ആവശ്യക്കാരനാകുന്ന അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മൾ അള്ളാഹുലേക്ക് മാത്രം ആവശ്യക്കാരനായിരിക്കുന്ന ആളുകളായി മാറുകയാണ് വേണ്ടത്. ഇൻഷാ അല്ലാഹ് അടുത്ത ബാബുകൾ അടുത്ത ദർസിൽ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും തൗഹീദ് യഥാർത്ഥ രൂപത്തിൽ പൂർത്തീകരിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.